2013 സ്റ്റീഫൻ ഗെയ്സ് എഴുതിയ മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം സെൽഫ് ഹെൽപ്പ് മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് മിനി ഹാബിറ്റ്സ് സ്മോളർ ഹാബിറ്റ്സ് ബിഗർ റിസൾട്ട്സ് എന്നാണ്. നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ ചില അഴിച്ചുപണികളൊക്കെ നടത്തി നമുക്ക് വളരെ സക്സസ്ഫുള്ളായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതുപോലെ നമ്മുടെ വിൽ പവർ കൂട്ടാനും ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ 7 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റ്സ് പെർമനൻ്റ് ആയിട്ട് ലൈഫിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ 3 ഭാഗങ്ങൾ ഹാബിറ്റ് ബിൽഡിംഗ്, ബ്രെയിൻ വിൽ പവർ, മോട്ടിവേഷൻ ഇവയെപ്പറ്റിയും ഇവ 3 എങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയും പറയുന്നു. പിന്നീടുള്ള ഭാഗങ്ങളിൽ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ലോജിക്കൽ ആൻഡ് സയൻറ്റിഫിക്കൽ കൺക്ലൂഷൻസ് ആണ്. അവസാന ഭാഗത്ത് ഇതൊക്കെ എങ്ങനെ റിയൽ ലൈഫിൽ പ്രോപ്പറായി അപ്ലൈ ചെയ്യണമെന്നും പറയുന്നു. നമുക്ക് ഈ 7 ഭാഗങ്ങളും ബ്രീഫായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ ടു മിനി ഹാബിറ്റ്സ് എന്നാണ്. ഈ ഭാഗത്തിൽ എങ്ങനെ ഒരു പുഷപ്പ് ഒരു ഫുൾ വർക്കൗട്ട് എന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെ 1 പുഷപ്പ് ചാലഞ്ച് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ഹൗ യുവർ ബ്രെയിൻ വർക്ക്സ് എന്നാണ്. അതായത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാമത്തെ ഭാഗം വിൽ പവർ വേഴ്സസ് മോട്ടിവേഷൻ എന്നതാണ്. നമുക്കൊരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ 2 സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഒന്ന് മോട്ടിവേഷൻ ഉപയോഗിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിൽ പവർ യൂസ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിലേതാണ് ബെറ്റർ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയാണ് ഈ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 3 ഭാഗങ്ങളിലൊക്കെ തന്നെ മിനി ഹാബിറ്റ്സിൻ്റെ ഫൗണ്ടേഷനെ പറ്റിയാണ് പറയുന്നത്. നാലാമത്തെ ഭാഗമായ ദ സ്ട്രാറ്റജി ഓഫ് മൈൻഡ് സെറ്റ് എന്ന ഭാഗത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പറായാൽ മാത്രമേ മിനി ഹാബിറ്റ്സ് ഇഫക്റ്റീവ് ആകുന്നുള്ളൂ എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. മിനി ഹാബിറ്റ്സ് ഡിഫറൻസ് എന്ന 5ാമത്തെ ഭാഗത്തിൽ മിനി ഹാബിറ്റ്സ് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസും അത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തരാക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനത്തെ 2 ഭാഗങ്ങളായ 6ഉം 7ഉം ഭാഗങ്ങളിൽ മിനി ഹാബിറ്റ്സ് 8 സ്റ്റെപ്സ് ടു ബിഗ് ചേഞ്ച്, അതുപോലെ 8 മിനി ഹാബിറ്റ് റൂൾസ് എന്നീ ഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നത് മിനി ഹാബിറ്റ് റൂൾസ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും അതിലൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കാം എന്നതിനെ പറ്റിയാണ്. വളരെ വ്യക്തമായൊരു പ്രാക്ടിക്കൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ 2 അധ്യായങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1000 കിലോമീറ്റർ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കണം. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാനായാലും ഒരു ചെറിയ തുടക്കത്തിൽ നിന്നുമാണ് അവ രൂപപ്പെടുന്നത്. പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൽ നമുക്ക് ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് പരമാവധി എക്സ്ക്യൂസസ് കുറവായിരിക്കും. കാരണം അത് വളരെ ചെറിയൊരു കാര്യമാണ്. അതിനും നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് വളരെ സില്ലി ആയിട്ടുള്ളൊരു സ്വഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പുതിയ ശീലങ്ങൾ ആരംഭിക്കുമ്പോൾ, ഉദാഹരണത്തിന് ജിമ്മിൽ പോവുക, വർക്കൗട്ട് തുടങ്ങിയ ശീലങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് വളരെയധികം മടി തോന്നുന്ന ഒരു കാര്യമാണ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എല്ലാ ദിവസവും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ മുടങ്ങി പോവുകയുള്ളൂ. അത് കാരണം നമുക്ക് കിട്ടാൻ പോകുന്നൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു. എന്നാൽ അതേസമയം അതൊരു ഇൻറ്റൻഷൻ മാത്രമായി പോകുന്നതാണ് അവിടുത്തെ പ്രശ്നം. അവിടെ നമ്മളൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇൻറ്റൻഷൻ മാത്രം വെച്ച് ആക്ഷൻ ഇല്ലാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഇല്ലാതാവുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും മടി കാണിക്കുമെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതിനോടും വലിയ താല്പര്യമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും എത്രയോ ഭേദമാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു ദിവസം ഒരു വലിയ കാര്യം ചെയ്യുന്നതിലും നല്ലതാണ് ഒരു ചെറിയ കാര്യം ആ ദിവസം ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു ഫൗണ്ടേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചിന്തിക്കുമ്പോൾ വലിയ ഇൻറ്റൻഷൻസിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറിയ ചെറിയ ആക്ഷൻസ്. അതുപോലെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ വ്യത്യസ്തമായ രീതികളിലൂടെ നമ്മുടെ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ മിനി ഹാബിറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി പറയാൻ പോകുന്നത് എഴുത്തുകാരൻ്റെ 1 പുഷപ്പ് ചാലഞ്ച് എങ്ങനെ തുടങ്ങി എന്നതിനെ പറ്റിയാണ്. അദ്ദേഹം അതിനെ ഗോൾഡൻ പുഷപ്പ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ഡിസംബർ 28 അദ്ദേഹത്തിൻ്റെ പല വർഷങ്ങൾ പോലെ തന്നെ 2012 അത്ര നല്ല അനുഭവമൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പുതുവർഷത്തിൽ 2013 കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചു. അത്രയും നാൾ അദ്ദേഹം ജീവിതത്തിലെടുത്തിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ വിജയ ശതമാനം വെറും 8% മാത്രമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ലെവൽ എത്ര മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ജീവിതത്തിലെ കാര്യങ്ങളിൽ വിജയിക്കുന്നതിനേക്കാൾ ലാസ് വേഗാസിലെ ചൂതാട്ടങ്ങളിൽ വിജയിക്കാനാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജീവിതത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സക്സസ് ഒക്കെ പാതി വെച്ച് മുടങ്ങിപ്പോകുന്നതിന് കാരണം ഇതായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എക്സസൈസ് ശീലമാക്കാൻ ശ്രമിച്ചിരുന്നു. 10 വർഷത്തോളം അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. തൻ്റെ ഉള്ളിലെ മോട്ടിവേഷന് വെറും 2 ആഴ്ചത്തെ വാലിഡിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം ക്വിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ക്വിറ്റ് ചെയ്യാൻ അദ്ദേഹം തന്നെ എന്തെങ്കിലും ഒരു കാരണവും കണ്ടുപിടിക്കും. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ അദ്ദേഹം ക്വിറ്റ് ചെയ്യാറുമുണ്ട്. എന്തായാലും ഈ തവണ, അതായത് 2013 ജനുവരി 1 മുതൽ എല്ലാ ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ആ ദിവസം എത്തിച്ചേർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സ്വയം ഒരു മോട്ടിവേഷനും തോന്നാതായി. എങ്ങനെയെങ്കിലും സ്വയം മോട്ടിവേറ്റ് ചെയ്യാനായി അദ്ദേഹം പരിശ്രമിച്ചു. യഥാർത്ഥ പോരാളികൾ കഠിനമായി പരിശ്രമിക്കും എന്നൊക്കെ വിചാരിച്ച് ഹൈ ടെമ്പോ മ്യൂസിക് ഒക്കെ കേട്ടു നോക്കി. തന്നെ ഒരു 6 പാക്ക് ബീച്ച് ബോഡിയിലൊക്കെ സങ്കല്പിച്ചു നോക്കി. എന്നിട്ടും ഈ ഐഡിയാസ് ഒന്നും വർക്കായില്ല. വർക്കൗട്ട് ചെയ്യാനായി അദ്ദേഹം വിചാരിക്കുന്ന 30 മിനിറ്റ് അദ്ദേഹത്തിന് മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ തൻ്റെ എക്സസൈസ് ഐഡിയ ഏകദേശം പൊളിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. 30 മിനിറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാലയളവായി അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ ആഗ്രഹം, ആ ശീലം ഉപേക്ഷിക്കേണ്ടി വരുന്നു. പുതിയൊരു ശീലത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് മിനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 100 പുഷപ്പ് എടുക്കുന്നത് ചുരുക്കി ഒരു പുഷപ്പ് എടുക്കുന്നത് പോലെ തോന്നുക. 3000 വാക്കുകൾ എന്നുള്ളത് 50 വാക്കുകൾ ആക്കി മാറ്റുക. ഇതുപോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വലിയ കാര്യങ്ങളും ചെറിയ രീതിയിൽ തുടങ്ങുക എന്നതാണ് മിനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടുക എന്നത് വളരെ പുതുമയുള്ള ഒരു ആശയമൊന്നുമല്ല. എന്നാൽ അതെങ്ങനെ എഫക്റ്റീവായി കണക്ട് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവേകശൂന്യമായ ചുവടുകൾ കൊണ്ട് വലിയ കാര്യങ്ങൾ ബന്ധിപ്പിച്ച് നല്ല റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ തന്നെ ഈ ശീലങ്ങൾ നമ്മളെ പ്രാപ്തരാക്കുന്നു. അതുവഴി നല്ലൊരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടാവുന്നു. ചെറിയൊരു പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും ഒരു കാര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാനാകും. ഒരു പുഷപ്പ് എടുക്കാൻ ഏതായാലും ഒരുപാട് ഇച്ഛാശക്തിയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ചുവടുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൂടാ? എന്നാൽ ഇത് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാം. ശീലങ്ങളിൽ നിന്നാണ് ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ജീവിതം മികവുറ്റതാക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുന്നത് തന്നെ തെറ്റാണ്. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ നമ്മുടെ 45% സ്വഭാവം രൂപപ്പെടുന്നത് നമ്മുടെ ശീലങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്തെന്നാൽ നമ്മുടെ ശീലങ്ങൾ ഓരോ ദിവസം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നല്ല ശീലങ്ങൾ വഴി ജീവിത നേട്ടവും മോശം ശീലങ്ങൾ വഴി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാം. നമ്മുടെ ശീലങ്ങൾ തലച്ചോറുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തലച്ചോറിലെ ന്യൂറൽ പാത്വേസ് വഴിയാണ് വിനിമയം നടക്കുന്നത്. ഈ പാത്വേ ആണ് ശീലങ്ങളായി രൂപപ്പെടുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിൻ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ ചാർജ് ബ്രെയിനിൽ ഡെവലപ്പ് ആവുന്നു. അത് എന്നും ചെയ്യുമ്പോൾ ആ കാര്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബ്രെയിനിൻ്റെ ഭാഗമാകുന്നു. ആ ചിന്ത തന്നെ വികസിക്കുന്നു. ഇതാണ് ആ ശീലത്തിൻ്റെ ന്യൂറൽ പാത്വേ. നിങ്ങൾ എന്നും എഴുന്നേറ്റതിന് ശേഷം കുളിക്കാൻ പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. ആ ശീലവുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂറൽ പാത്വേ ഡെവലപ്പ് ആവും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഷവർ ന്യൂറോൺ ആക്റ്റീവ് ആകും. എഴുന്നേറ്റയുടൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കുളിക്കാൻ നമ്മൾ പോലും അറിയാതെ നമുക്ക് സാധിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് ഒരു ചിന്തയൊന്നും നമ്മുടെ ഭാഗത്തൊന്നും ആവശ്യമില്ല. ഇതാണ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാവുന്ന മാജിക്. ശീലം നല്ലതല്ല എങ്കിൽ ഈ ഡെവലപ്പ് ആവുന്ന പാത്വേ ഒരു ശാപവുമാണ്. ഉദാഹരണത്തിന് മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് ഒക്കെ വളരെ മോശമായ ശീലങ്ങളായി നമ്മുടെ ന്യൂറൽ പാത്വേസായി ഫോം ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് എഴുത്തുകാരൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു ദിവസം അദ്ദേഹം വളരെ ക്രിയേറ്റീവായ ഒരു പുസ്തകം വായിക്കാനിടയായി. മനുഷ്യരുടെ പലതരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകമായിരുന്നു അത്. മൈക്കൽ മിഷാൽക്കോ എഴുതിയ തിങ്കേഴ്സ് ടോയ്സ് എന്ന പുസ്തകമായിരുന്നു അത്. അതിൽ പൊയ്മുഖങ്ങൾ അഥവാ ഫാൾസ് ഫേസ് എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് വളരെ വ്യത്യസ്തമായി എഴുത്തുകാരന് തോന്നി. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. എന്നിട്ട് അതിൽ നിന്നും പറ്റാവുന്നത്ര ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കുക. എത്രമാത്രം വ്യത്യസ്തമായ ചിന്തയാണല്ലേ. ആകാശമുട്ടുന്നൊരു ഗോപുരം ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ അത്ര തന്നെ താഴ്ചയുള്ളൊരു നിർമ്മിതി ഉണ്ടാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുക. ഇതുപോലെ നമ്മളും ലൈഫിലെ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് ഇതേ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ വ്യത്യസ്തമായ ഐഡിയാസ് ലഭിക്കുന്നു. നമ്മുടെ എഴുത്തുകാരനും ഇതേ രീതി തന്നെ ഉപയോഗിച്ചു. കഠിനമായ 30 മിനിറ്റിൻ്റെ വർക്കൗട്ടിന് പകരം അതിൻ്റെ നേരെ എതിർ കാര്യങ്ങൾ ആലോചിച്ചു നോക്കി. അതായത് ആ 30 മിനിറ്റ് ഐസ്ക്രീം കഴിക്കുന്നതായും TV കാണുന്നതുമായിട്ടൊക്കെ അദ്ദേഹം ആലോചിച്ചു നോക്കി. എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു.
30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ പുഷപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അത് ശരിക്കും മൗണ്ട് എവറസ്റ്റ് വർക്കൗട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ പുഷപ്പ് എടുത്തു നോക്കി. അങ്ങനെ ആ പൊസിഷനിൽ 30 മിനിറ്റിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തോളുകളിൽ വേദന അനുഭവപ്പെടുന്നു. അങ്ങനെ 24 വർഷത്തിന് ശേഷം തൻ്റെ ഉറങ്ങിക്കിടന്ന മസിലുകളെല്ലാം ഉണരാൻ തുടങ്ങി. അദ്ദേഹം ശരിക്കും ക്ഷീണിതനായെങ്കിലും പറ്റാവുന്നത്രയും അത് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ഓരോ പുഷപ്പിലും തൻ്റെ മസിലുകൾക്ക് വലിയ പ്രഹരമേൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ ബ്രെയിനും ഒരുപോലെ ക്ഷീണിച്ചു. എഴുന്നേറ്റ് പിന്മാറാമെന്ന് നിശ്ചയിച്ച് തന്നെ അദ്ദേഹം എന്നാൽ അടുത്ത നിമിഷം എന്തുകൊണ്ടൊരു പുള്ളപ്പ് ചലഞ്ച് ആയിക്കൂടാ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുള്ളപ്പ് ബാർ സെറ്റ് ചെയ്ത് കുറച്ച് പുള്ളപ്പ് കൂടി ചെയ്തു നോക്കുന്നു. അങ്ങനെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കഠിനമാണ്, എന്നാൽ നടന്നു കഴിഞ്ഞാൽ അത് കഠിനമല്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുന്നു. ആ വർക്കൗട്ട് അദ്ദേഹം തുടരുന്നു. അദ്ദേഹത്തിൻ്റെ മസിലുകളെല്ലാം തന്നെ നന്നായിട്ട് ചൂട് പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മോട്ടിവേഷൻ വർദ്ധിക്കുകയാണ്. അദ്ദേഹം ഇതേ രീതി തുടർന്നു. അങ്ങനെ 1 പുഷപ്പ് സെഷനിൽ നിന്നും അദ്ദേഹം 7 മൈക്രോ ഗോൾസ് സെറ്റ് ചെയ്തു. ഓരോ തവണ ഓരോ മൈക്രോ ഗോൾസ് ഫിനിഷ് ചെയ്യുമ്പോഴും അദ്ദേഹം അങ്ങേയറ്റം സന്തോഷിച്ചു. ഒരു ദിവസം ഒരു 20 മിനിറ്റ് വർക്കൗട്ട് പൂർത്തിയാക്കി അദ്ദേഹം സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ ആപ്സ് വീഡിയോ കണ്ട് അതുകൂടെ ചെയ്തുകൂടാ എന്ന് അദ്ദേഹം ആലോചിക്കുന്നു. അദ്ദേഹം ഫോൺ എടുത്ത് വീഡിയോ ഓണാക്കി 10 മിനിറ്റ് വർക്കൗട്ട് പൂർത്തിയാക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വയറ് കത്തുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ഇതൊന്നും അദ്ദേഹം മുൻപേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, എന്നാലും താനത് ചെയ്തു തീർത്തു എന്നതാണ് സത്യം. അങ്ങനെ തൻ്റെ കഠിനമായ 30 മിനിറ്റ് വർക്കൗട്ട് അദ്ദേഹം 1 പുഷപ്പ് ആക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇത് തൻ്റെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തതിൽ ഏറ്റവും പോപ്പുലറായ പോസ്റ്റാണ്. ഇന്നും ഒരുപാട് പേർ 1 പുഷപ്പ് ചാലഞ്ച് ചെയ്ത് ഫിറ്റ്നസ് സക്സസ് ആയി കൊണ്ടുപോകുന്നു. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. പുകവലി ഉപേക്ഷിക്കാനോ ചൂതാട്ട ആസക്തി നിയന്ത്രിക്കാനോ ഈ പുസ്തകം ആരെയും സഹായിക്കില്ല. ഇത് ചെറിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. വർഷങ്ങളോളം ഇത് പരിശീലിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല പെരുമാറ്റങ്ങൾ ചേർക്കുന്നു. മോശം ശീലങ്ങൾ ഇല്ലാതാക്കുന്നതിനും നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒരേ ലക്ഷ്യമാണുള്ളത്. മോശം പെരുമാറ്റത്തെ മികച്ച പെരുമാറ്റത്തിലൂടെ ഇല്ലാതാക്കുക. മോശം ശീലങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ആദ്യ പ്രചോദനം തന്നെ മോശമായ കാര്യങ്ങളോടുള്ള പ്രതികരണമാണ്. അതുപോലെ നല്ല ശീലങ്ങളോടുള്ള അനുകൂല പ്രതികരണവും മിനി ശീലങ്ങളെ ഉണ്ടാക്കുന്നു. മിനി ശീലങ്ങൾ നിങ്ങളുടെ പ്രതികരണത്തിലേക്ക് ഉറ്റുനോക്കുന്നു. ലഹരി വസ്തുക്കളുടെ ആസക്തി പോലുള്ള ആഴത്തിൽ വേരൂന്നിയ സജീവമായ മോശം ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നത് വളരെ വ്യത്യസ്തമായൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അതിന് ചിലപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ വേണ്ടിവരും. അലസത, ഭയം അല്ലെങ്കിൽ സമയം പാഴാക്കൽ പോലുള്ള നിഷ്ക്രിയമായ മോശം ശീലങ്ങളെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ നിങ്ങൾ ദീർഘകാല പോംവഴി തിരയുകയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിഷ്ക്രിയമായ മോശം ശീലങ്ങൾ പലപ്പോഴായും ഇല്ലാതാക്കാം. നിങ്ങളുടെ മുഴുവൻ സമയവും നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോശം ശീലങ്ങൾ എങ്ങനെ തുടരാനാകും? ഇത്തരത്തിൽ നല്ല ശീലങ്ങൾ ചേർക്കുന്നത് വളരെ എളുപ്പമാണ്. ഷോർട്ട് കട്ടിലൂടെ ലഭിക്കുന്ന പരിഹാരങ്ങൾ പലപ്പോഴും ഫേക്കാണ്. എന്നാൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെതിരെ പോരാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കും. ഇത് പൂട്ടിയിട്ടൊരു വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ശരിയായ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. അതായത് മോശം ശീലങ്ങൾ കൊണ്ട് ജീവിതം ഇരുട്ട് മൂടിയവർക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചം ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതം മോശം ശീലങ്ങളുടെ ഒരു ചവറ്റുകുട്ടയാണെങ്കിൽ ചില നല്ല ശീലങ്ങൾ ചേർക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ മാറ്റും. ഇരുട്ട് സ്വമേധയാ നിൽക്കുന്ന ഒന്നല്ല, പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ടിൻ്റെ കാരണം. ഒരുപക്ഷെ ആളുകൾക്ക് മോശം ശീലങ്ങൾ ഉണ്ടാകാം, കാരണം അവർക്ക് നല്ല ശീലങ്ങളുടെ വെളിച്ചമില്ലാത്തതിനാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇരുണ്ട ശൂന്യത ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ശീലങ്ങൾ ചേർക്കുമ്പോൾ അത് സാധ്യമായ മറ്റൊരു പാതയെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. അതിൽ നിന്നും പലതും പടുത്തുയർത്തുന്നതിനുള്ള മികച്ച അടിത്തറയായും ഇത് പ്രവർത്തിക്കുന്നു. മുന്നോട്ടുള്ള ആദ്യ പടി എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന, വിശദീകരിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു ജീവിത തത്വചിന്തയായി ഈ വിവരങ്ങൾ ഇരട്ടിച്ചു നിൽക്കുന്നു. വെറും ശീലങ്ങളെ മാത്രമല്ല, മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഈ പുസ്തകം കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് എഴുത്തുകാരൻ നമുക്ക് ഉറപ്പു തരുന്നു. മിനി ഹാബിറ്റ്സ് ഉപയോഗിച്ച് ജീവിതത്തെ അവിശ്വസനീയമായ രീതിയിൽ എത്തിച്ച ആളുകളുടെ നിരയിൽ നമ്മുടെ പേരും നമുക്ക് ചേർക്കാൻ സാധിക്കും. മിനി ഹാബിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നിങ്ങൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ശീലത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണ്.
ഒരു ദിവസം 100 പുഷപ്പ് എടുക്കുന്നതിന് പകരം ഒരു പുഷപ്പാക്കി അത് ചെറുതാക്കുന്നു. അതുപോലെ 3000 വാക്കുകൾ വായിക്കുന്നതിന് പകരം 50 വാക്കുകൾ ദിവസവും വായിക്കുന്നു. എല്ലായ്പ്പോഴും ക്രിയാത്മകമായി ചിന്തിക്കുന്നതിന് പകരം പ്രതിദിനം 2 പോസിറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കുന്നു. ഒരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം ദിവസവും 2 ആശയങ്ങൾ എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു. ഇവയൊക്കെ മിനി ഹാബിറ്റ്സിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. മിനി ഹാബിറ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം സ്റ്റുപ്പിഡ് സ്മോൾ ഘട്ടങ്ങളിലാണ്. ചെറിയ കാൽവെപ്പുകളുടെ ആശയം പുതിയ കാര്യമല്ല, പക്ഷെ അവ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് വേണ്ടത്ര കീറി പരിശോധിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും ചെറിയ ഘട്ടങ്ങളും ആപേക്ഷികമാണ്. നിങ്ങൾക്കായുള്ള ചെറിയ ഘട്ടം എനിക്ക് വലിയ കുതിച്ചുചാട്ടമായിരിക്കാം. മണ്ടൻ ചെറുത് അഥവാ സ്റ്റുപ്പിഡ് സ്മോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഈ കുഞ്ഞു സ്റ്റെപ്പ്, ആ കാൽവെപ്പ് ഒരു വിഡ്ഢിത്തമായി തോന്നുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായത് എന്നതാണ്. മിനി ഹാബിറ്റ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ, മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇവയൊക്കെ കൊണ്ട് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്നൊരു ഫലപ്രാപ്തി വർധനവാണ്. ഒരേ സമയം സിമ്പിൾ അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് മിനി ഹാബിറ്റ്സിൻ്റേത്. ചെറിയ അളവിലുള്ള ഇച്ഛാശക്തി ഉപയോഗിച്ച് അവ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുക എന്നതാണ് ഈ മിനി ഹാബിറ്റ്സ് നമ്മളിൽ പ്രവർത്തിപ്പിക്കുന്ന രീതി. ഒരു പുഷപ്പ് ചെയ്യുന്നതിനോ കുറച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനോ വളരെയധികം ഇച്ഛാശക്തി ആവശ്യമേ അല്ല. അതിശയകരമാം വിധം വലിയ ഫലങ്ങളാണ് മിനി ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടാവേണ്ട കുറ്റബോധത്തിൻ്റെയും പോരായ്മയുടെയും വളരെ മോശമായ വികാരങ്ങൾ നമുക്കുണ്ടാവുന്നില്ല. ശക്തമായ പ്രോത്സാഹനവും എല്ലായ്പ്പോഴും കൈവരിക്കാൻ സാധിക്കുന്ന ടാർഗറ്റുകളും എല്ലാ ദിവസവും വിജയകരമായി ഇത് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. മിനി ഹാബിറ്റ്സ് ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. ഇത് ചെയ്യാൻ സാധിക്കുമോ, ചെയ്ത് പരാജയപ്പെട്ടാൽ അതിനെ എങ്ങനെ നേരിടും എന്നൊക്കെയുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഇൻസെക്യൂരിറ്റിയെ മറികടക്കാൻ മിനി ഹാബിറ്റ്സ് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. ചുരുക്കത്തിൽ മിനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം നിർബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് സ്വഭാവമാണ്. എല്ലായ്പ്പോഴും ചെറിയ സ്റ്റെപ്പുകൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചട്ടക്കൂടാണ്. അതിനാൽ അവ അവഗണിക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ 45% നമ്മുടെ ശീലങ്ങളിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള കൂടുതൽ ശീലങ്ങൾ, ഉദാഹരണത്തിന് നമ്മളുടെ ശാരീരിക അവസ്ഥ മാറ്റാനായി നമുക്ക് ഒരു ദിവസം 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ സാധിക്കും. അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്ന ശീലം നമ്മുടെ ആയുസ് തന്നെ വർദ്ധിപ്പിക്കും. അതുപോലെ എല്ലാ ദിവസവും നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും സഹായിക്കും. ഓരോ ദിവസവും രാവിലെ 1 മണിക്കൂർ നേരത്തെ ഉണരുന്ന ശീലം, അതുകൊണ്ട് നമുക്ക് ഒരു വർഷം 365 മണിക്കൂറുകൾ കൂടുതലായി ലഭിക്കും. അതിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 10 മിനിറ്റ് നമുക്ക് 10 വർഷത്തെ ലെവറേജ് അധികമായി തരുന്നു. അതുപോലെ ക്രിയേറ്റീവായിരിക്കുക, പോസിറ്റീവായിരിക്കുക, ഗ്രേറ്റ്ഫുള്ളായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വലിയ തോതിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെ കൂടെ മിനി ഹാബിറ്റ്സ് കൂടെ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശീലങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ പോസിബിളാക്കാൻ ശ്രമിക്കുക. ഇതിന് നമ്മളെ സഹായിക്കാനായി minihabits.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് സന്ദർശിച്ചാൽ മതിയാകും. എന്നാൽ ഈ ഓഡിയോ ബുക്ക് പൂർണ്ണമായും കേട്ടതിന് ശേഷം ആ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഹാബിറ്റ് എന്ന വാക്കിൻ്റെ ഡിക്ഷണറി ഡെഫിനേഷൻ നമുക്ക് നോക്കാം. A habit is a usual way of behaving, something that a person does often in a regular and repeated way. അതായത് ഒരു വ്യക്തി പലപ്പോഴും പതിവായി ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സാധാരണ പെരുമാറ്റ രീതി, അതിനെയാണ് ഹാബിറ്റ് അഥവാ ശീലം എന്ന് വിളിക്കുന്നത്. എന്നാൽ ശീലങ്ങൾ ഉടനെ തന്നെ ഒന്ന് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ പഴയതൊരെണ്ണം നീക്കം ചെയ്യാനോ കഴിയില്ല. അതിലേക്ക് നേരിട്ടൊരു ആക്സസ് നമുക്കില്ല. കാലക്രമേണ അത് ആവർത്തനത്തിലൂടെ രൂപപ്പെടുത്താനേ നമുക്ക് സാധിക്കും. തലച്ചോറിലെ ആശയവിനിമയ ചാനലുകളാണ് ന്യൂറൽ പാത്വേസ്. ഈ പാതകളാണ് ഭൗതിക ലോകത്ത് ഇതെങ്ങനെ കാണപ്പെടുന്നു എന്ന് കാണിക്കുന്നത്. ഒരിക്കൽ ഒരു ഹാബിറ്റിൻ്റെ ന്യൂറൽ പാത്വേ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ നമ്മുടെ തലച്ചോറിനെ ഈ പാത്വേയിലേക്ക് ഒരു വൈദ്യുത ചാർജ് നിറയ്ക്കുന്നു. അങ്ങനെ പതിവ് പെരുമാറ്റത്തിലൂടെ ഏർപ്പെടാൻ നമുക്ക് ഒരു പ്രേരണയോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഉണ്ടാകുന്നു. അത് നല്ലതോ ചീത്തയോ ആയ ശീലമായിക്കോട്ടെ, ആ ശീലം കൂടുതൽ വേരുറപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാത്വേ കുറച്ചുകൂടി ശക്തമായി മാറുന്നു. ഈ പ്രവർത്തനം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം വ്യക്തവും ലളിതവുമാക്കുന്നു.
എന്നാൽ ഹാബിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്ട്രെസ്സിനെ പറ്റിയും പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ലോകം മുമ്പത്തേക്കാൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമായി നമ്മളെല്ലാവരും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും സ്ട്രെസ് ഇല്ലാത്ത ജീവിതം ഇൻകംപ്ലീറ്റ് ആണ്. ജീവിതം മുന്നോട്ട് തുഴയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തെ, ശീലങ്ങളെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നെന്ന് നമുക്ക് നോക്കാം. സ്ട്രെസ് ശീലം, സ്വഭാവം അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ അതിനെ വർദ്ധിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. UCLAയിൽ നടത്തിയ 2 പരീക്ഷണങ്ങളും ഡ്യൂക്ക് സർവകലാശാലയിൽ നടത്തിയ പരീക്ഷണങ്ങളും വഴി സ്ട്രെസ് പെരുമാറ്റശീലങ്ങളോടുള്ള ആളുകളുടെ അടുപ്പം വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി. ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിലെ പഠനത്തെ ആസ്പദമാക്കി പ്രൊഫസർ വെൻഡി വുഡ് പറയുന്നത്, ആളുകളിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അവരുടെ വിൽ പവർ കുറയുകയോ അല്ലെങ്കിൽ അമിതമായി ഭയം തോന്നുകയോ ചെയ്യുന്നു. നമ്മൾ ഫിസിക്കലി ഓർ മെൻ്റലി വളരെ ടയേർഡായിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. അതിനാൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായി കാണിക്കുന്നു. ഇത് നല്ലതും ചീത്തയുമായ ശീലങ്ങൾക്ക് ഒരുപോലെ പരിഗണന കൊടുക്കുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നിർണായകമായ ഒരു ഇൻസൈറ്റ് കൂടിയാണിത്. നിങ്ങളുടെ മോശം ശീലങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിനുള്ള ഒരു മികച്ച വഴിയാണ്. നിങ്ങളുടെ സമ്മർദ്ദം ഒരു മോശം ശീലത്തെ പ്രേരിപ്പിക്കുന്നു. അത് കുറ്റബോധത്തിലേക്ക് എത്തിക്കുന്നു. പിന്നീട് നമുക്ക് ഭയമുണ്ടാവുന്നു. അത് കാരണം കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നു. ഇവ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശീലങ്ങൾ സ്വാഭാവികമായും സ്ട്രെസ് ഒഴിവാക്കുന്ന എക്സസൈസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. ഈ സാഹചര്യത്തിൽ നമ്മളുടെ സ്ട്രെസ് നമ്മളെ ജിമ്മിലേക്ക് നയിക്കുന്നു. കൂടുതൽ പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വ്യത്യാസം വളരെ അത്ഭുതകരമായിരിക്കും. കാരണം ജീവിതത്തിൻ്റെ കഠിനമായ ഏത് പരിതസ്ഥിതിയിലും നമുക്ക് വിജയിക്കുന്നതിനുള്ള ഒരു നല്ല സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നു. സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു കുഴപ്പം എന്തെന്നാൽ മാറ്റം കൊണ്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. ഉയർന്ന അളവിലുള്ള സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് കൂടുതൽ വെല്ലുവിളിയാക്കുന്നു. പ്രൊഫസർ വുഡ് പറയുന്നത് പോലെ, നിങ്ങൾ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സമ്മർദ്ദം നമ്മുടെ ശീലങ്ങളിലേക്ക് കടന്നു കയറാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പുതിയ പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാവുന്നത് പോലെ തോന്നും. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് അടിസ്ഥാനമായ ശീലങ്ങൾ പോലും തകർന്നു പോകുന്നു. കാരണം നിലവിലുള്ള നമ്മുടെ ശീലങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. പക്ഷേ മിനി ഹാബിറ്റ് സിസ്റ്റം നിങ്ങളെ ഇവിടെ പരാജയപ്പെടുത്തുന്നില്ല. ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു പുതിയ ശീലം ഉണ്ടാക്കാൻ എത്ര ദിവസമെടുക്കും? 21 ദിവസം എന്നാണ് നിങ്ങൾ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കറക്റ്റല്ല. ചില ആളുകൾ 1 മാസം അല്ലെങ്കിൽ 30 ദിവസം എന്നും പറയാറുണ്ട്. അതും തെറ്റാണ്. ഒരു ശീലമുണ്ടാക്കാൻ എത്ര സമയമെടുക്കുമെന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സത്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ വെറും കേട്ടറിവ് മാത്രമാണ്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഓത്തർ ഇത് പറയുന്നത്. ഈ 21 ദിവസത്തെ കഥ ആരംഭിക്കുന്നത് ഡോക്ടർ മാക്സ്വെൽ മാൾസ് എന്ന് പറയുന്നൊരു പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ്, അതായത് ആംപ്യൂട്ടീസ്, അവരുടെ നഷ്ടമായ അവയവങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് 21 ദിവസത്തിനുള്ളിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആളുകൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പുതിയ മാറ്റവുമായി പൊരുത്തപ്പെടാൻ 21 ദിവസം മതി എന്ന് വാദിച്ചത്. ഒരവയവം നഷ്ടപ്പെടുന്നതും കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നതും ഒരുപോലുള്ള അനുഭവമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അതുപോലെ ഒരു ദിവസം 150 പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും വളരെ വ്യത്യസ്തമായൊരു ശീലമാണ്. ഇവയൊന്നും 21 ദിവസമോ 30 ദിവസമോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശീലങ്ങളല്ല. യൂറോപ്യൻ ജേർണൽ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ 2009 പ്രസിദ്ധീകരിച്ച ശീലം രൂപപ്പെടുത്തുന്നതിനെ പറ്റിയുള്ളൊരു പഠനമാണ്. അതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഭക്ഷണവും മദ്യപാനവും പോലുള്ള സ്ഥിരമായ ചില ശീലങ്ങൾ തുടർച്ചയായി 12 ആഴ്ച ഒരേ സമയം ചെയ്യാൻ ശീലിച്ചു. അവർ കണ്ടെത്തിയത് ഒരു സ്വഭാവം ശീലമാകാനുള്ള ശരാശരി സമയം 66 ദിവസമാണ്. അതായത് 2 മാസത്തിൽ കൂടുതൽ. എന്നാൽ അതൊരു ശരാശരി സംഖ്യ മാത്രമാണ്. ചില ആളുകൾക്ക് 18 ദിവസമാണ് കണക്കെങ്കിൽ ചില ആളുകൾക്ക് അത് 254 ദിവസം വരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ശരാശരിയായിട്ട് 64 കൺസിഡർ ചെയ്യാൻ സാധിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റൂ. ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് പുതിയ ശീലം ഉണ്ടാവുന്നു. ചില ആളുകൾക്ക് അത് വളരെയധികം സമയമെടുക്കുന്നു. 30 ദിവസത്തെ അല്ലെങ്കിൽ 21 ദിവസത്തെ വെല്ലുവിളികൾ ജനങ്ങൾക്കിഷ്ടമാണ്. പക്ഷേ അവ പലതരം ശീലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല.
എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് 21 ദിവസത്തെ ചലഞ്ചായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ 100 സിറ്റപ്പുകൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞൊരു ശീലമാണ്. അത് ശീലമാക്കിയെടുക്കണമെങ്കിൽ 100 അതിൽ കൂടുതലോ ദിവസങ്ങൾ വേണ്ടിവരും. 100 ദിവസത്തിൽ കൂടുതൽ എന്ന് കേട്ടിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അതിൽ വേറൊരു പോസിറ്റീവായൊരു കാര്യമുണ്ട്. നമ്മൾ 60 ദിവസത്തേക്ക് 100 സിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ 61ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് ആ സിറ്റപ്പുകൾ ചെയ്യുന്നതിൽ ആദ്യത്തെ ദിവസത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായി തോന്നും. അത് കൂടുതൽ എളുപ്പമാക്കാൻ, ലളിതമാക്കാൻ നമ്മൾ ആ ശീലം തുടർന്നു കൊണ്ടുപോകണം എന്ന് മാത്രം. നമ്മൾ പുതുതായൊരു ശീലം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് കുറയുന്നു എന്നതാണ്. കാരണം നമ്മുടെ ബ്രെയിൻ പുതിയ ശീലങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവയ്ക്ക് നിലവിലുള്ള പാത്വേസിനേക്കാൾ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള മികച്ച വഴികൾ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു ശീലം രൂപപ്പെടാൻ എത്ര സമയമെടുക്കുന്നു എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം എങ്ങനെയെങ്കിലും ആ ശീലം എന്നേക്കുമായി ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം. 6 മാസത്തേക്ക് വ്യായാമം ചെയ്യാനും ലക്ഷ്യത്തിലെത്തുമ്പോൾ ഉപേക്ഷിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പിന്തിരിയുന്നത് വളരെ മോശമായൊരു കാര്യമല്ലേ? എന്നാൽ ഒരു സ്വഭാവം ഒരു ശീലമായി മാറുന്നതിൻ്റെ അടയാളം തിരിച്ചറിയുക എന്നതാണ് ശരിക്കും പ്രധാനം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറാനും അതേസമയം ആ സ്വഭാവം നിലനിർത്താനും സാധിക്കും. 2009 പഠനത്തിലെ മറ്റൊരു വളരെ രസകരമായൊരു കാര്യം, ഒരു ദിവസം ഒരു ശീലം ചെയ്യാതെ ഇരിക്കുന്നത് ആ ശീലത്തെ വഴിതെറ്റിക്കുന്നില്ലെന്ന് ഗവേഷകർ പറയുന്നു എന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരു ശീലത്തെയും തകർക്കാൻ സാധിക്കില്ല. എന്നാൽ സൈക്കോളജിക്കലി നമ്മൾ ഒരു ദിവസം ഒരു ശീലം മുടങ്ങിപ്പോയാൽ അത് നമുക്ക് വലിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുന്നു. ഈ കാരണം കൊണ്ട് അത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും നമ്മുടെ പ്രോഗ്രസ് നഷ്ടമായി എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. ഇങ്ങനൊരു സൈക്കോളജിക്കൽ ബാരിയർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നു എന്നതൊഴിച്ചാൽ വേറെ ഒരു തരത്തിലും നമ്മുടെ ശീലങ്ങളെ അത് ബാധിക്കുന്നില്ല. പലർക്കും ഇത് പുതിയൊരു അറിവായിരിക്കാം. എഴുത്തുകാരൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പരമാവധി ഒരു ദിവസം പോലും മിസ്സ് ചെയ്യാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. എന്നാൽ ഒരു ദിവസം ഇൻ കേസ് മിസ്സായി പോയാൽ, നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ തന്നെ മിസ്സായി പോയാലും അത് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു ശീലം തകർക്കാനാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മാത്രം മതി. മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ 2ാമത്തെ ഭാഗമായ ഹൗ യുവർ ബ്രെയിൻ വർക്ക്സ് അഥവാ നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഭാഗത്ത് തലച്ചോറിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറും അതുമായി ബന്ധപ്പെട്ട് ശീലങ്ങൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയും വളരെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ തലച്ചോറിനെ 2 വ്യത്യസ്ത ഭാഗങ്ങളായി കൺസിഡർ ചെയ്യാം. 1 സബ് കോൺഷ്യസ് മൈൻഡ്, 2 കോൺഷ്യസ് മൈൻഡ്. ബ്രെയിൻ ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങളെക്കാൾ വളരെ കോംപ്ലക്സ് ആണ്. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയാണ്. ഈ തലച്ചോറിൻ്റെ സബ് കോൺഷ്യസ് ഭാഗത്തെ, അതായത് ഉപബോധ മനസ്സിൻ്റെ ഭാഷയാണ് ആവർത്തനം അഥവാ റെപ്പിറ്റേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഈ പുസ്തകത്തിലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് കൂടിയാണിത്. ശീലങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഈ പറയുന്ന റെപ്പിറ്റേഷനിലൂടെ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. എന്നാൽ തലച്ചോറിന് മാറ്റങ്ങൾ കൃത്യമായി ലഭിച്ചില്ല എങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യും. അതിനാൽ ശരിക്കും തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ശീലം മാറ്റുന്നതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തനവും അതിൻ്റെ പ്രതിഫലവുമാണ്. അതായത് റെപ്പിറ്റേഷൻ ആൻഡ് ഇറ്റ്സ് റിവാർഡ്. പ്രതിഫലം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിവാർഡ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ തലച്ചോറ് കൂടുതൽ ശ്രദ്ധിക്കും. ഓരോ റെപ്പിറ്റേഷനും നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ അത് സ്ഥിരമായി ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. ഉദാഹരണമായി നമുക്ക് കാർ ഡ്രൈവിംഗ് എടുക്കാം. ആദ്യമായി കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പോലല്ല പിന്നീട് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ പോലും ഓർക്കാതെ പാട്ട് കേട്ടും അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി മറ്റ് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടും നമ്മൾ വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. ഉദാഹരണത്തിന് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം, അതുപോലെ ഗിയറിൻ്റെ കാര്യം, ബ്രേക്കിൻ്റെ കാര്യം എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ റോഡിലുള്ള വാഹനങ്ങളെ പറ്റിയും ട്രാഫിക്കിനെ പറ്റിയും സിഗ്നലുകളെ പറ്റിയും ട്രാഫിക് സിംബൽസിനെ പറ്റിയും കൂടെ ആളുകളുണ്ടെങ്കിൽ അവരുടെ സംസാരങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ആ ശീലം ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്. ഗിയർ മാറ്റുന്നതും ഇൻഡിക്കേറ്റർ ഇടുന്നതും പോലുള്ള ചെറിയ തീരുമാനങ്ങൾ മുതൽ
ലൈഫ് സേവിങ് ആയിട്ടുള്ള ഡിസിഷൻസ് വരെ എടുക്കാൻ നമുക്ക് ആ സമയം സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആദ്യ ദിവസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം നോക്കിയോ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. വളരെ സാവധാനത്തിലുള്ള സ്ഥിരമായിട്ടുള്ള ശീലങ്ങളിലൂടെ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബ്രെയിൻ സാവധാനത്തിൽ എന്നാൽ വളരെ കൺസിസ്റ്റൻ്റായിട്ട് മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു അവയവമാണ്. ഇതിൻ്റെ ദിനചര്യങ്ങൾ ലോകത്തോട് സ്ഥിരമായി പ്രതികരിക്കാൻ അനുവദിക്കുന്ന ഒരു ഫ്രെയിം വർക്കുമുണ്ട്. വളരെ സാവധാനത്തിൽ മാറ്റങ്ങൾ അംഗീകരിക്കുമെങ്കിലും ആ മാറ്റങ്ങളെല്ലാം തന്നെ വളരെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കുന്നു. പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് വിജയകരമായി ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെ എളുപ്പം സാധിക്കും. നമ്മുടെ തലച്ചോറുമായി നീണ്ടൊരു യുദ്ധം നടത്താതെ എഴുന്നേൽക്കാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും അതുപോലെ ജിമ്മിൽ പോകാനും ഒക്കെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. കേൾക്കാനൊക്കെ നല്ല രസമുണ്ടെങ്കിലും ഇതൊക്കെ വല്ലതും നടപടിയാവുന്ന കേസാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജങ്ക് ഫുഡ് കഴിക്കാനും TV കാണാനും പുകവലിക്കാനും നഖം കടിക്കാനും നെറ്റ്ഫ്ലിക്സിൽ ഒരു സീസൺ മൊത്തം ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാനും ഇതേ ബ്രെയിൻ തന്നെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നല്ല ശീലങ്ങൾ ജീവിതം മനോഹരമാക്കുന്നത് പോലെ ഇത്തരം മോശം ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നു. ഒരു ദിവസം പോലും മൊബൈൽ ഫോൺ ഇല്ലാതെയോ സോഷ്യൽ മീഡിയ ഇല്ലാതെയോ ജീവിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ എക്സസൈസും വർക്കൗട്ടും ഒരു ദിവസം പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളുമുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് വർക്കൗട്ട് തുടങ്ങിയ ആളുകളും അത് പെട്ടെന്ന് തന്നെ നിർത്തിയിട്ടുള്ള ആളുകളുമുണ്ട്. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ ഉള്ളത് ഒരേ കോമൺ ആയിട്ടുള്ള ബ്രെയിൻ എന്ന് പറയുന്ന അവയവം തന്നെയാണ് എന്നതാണ് ഏറ്റവും രസകരമായ വിഷയം. ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഭൂരിഭാഗവും വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ മാത്രമല്ല, ഓരോ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെയും ഒരു പ്രത്യേക ഭാഗം വിഡ്ഢിത്തം കൊണ്ട് നിറഞ്ഞതാണ്. ഉദാഹരണത്തിന്, നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ലങ് ക്യാൻസറിനെ പറ്റിയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ വലിയ മസിൽസ് ഉണ്ടാവുന്നതിൻ്റെ ഗുണങ്ങളെ പറ്റിയോ നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മളുടെ തലച്ചോറിൻ്റെ വളരെ ശക്തമായൊരു ഭാഗമാണിത്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ പാറ്റേണുകൾ തിരിച്ചറിയുകയും അത് ആവർത്തിക്കുകയും ചെയ്യപ്പെടുന്നു. ബേസൽ ഗാംഗ്ലിയ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. എന്നിരുന്നാലും അത് ശരിക്കും മിടുക്കനായിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നും വിളിക്കുന്നു. നമ്മുടെ നെറ്റിക്ക് പിന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദീർഘകാല നേട്ടങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും മനസ്സിലാക്കുന്ന വളരെ നല്ലൊരു മാനേജറാണ്. നമ്മുടെ തലച്ചോറിൻ്റെ വിഡ്ഢിയായിട്ടുള്ള ബേസൽ ഗാംഗ്ലിയെ അസാധുവാക്കാനുള്ള കഴിവ് മാനേജറായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനുണ്ട്. ഇത് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ചിന്തകളെയും തീരുമാനമെടുക്കലിനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ ശീലം മാറ്റുന്നതിൽ ഉൾപ്പെടുന്ന വളരെ നിർണായകമായ 2 ഉപകരണങ്ങളാണ് ഈ ബേസൽ ഗാംഗ്ലിയയും പ്രീഫ്രണ്ടൽ കോർട്ടെക്സും. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് നോവൽ തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ വേർതിരിക്കുന്ന രീതി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ബ്രെയിനിൻ്റെ ഭാഗവും എന്താണ് അഥവാ വാട്ട് ഈസ് എന്നാണ് തീരുമാനിക്കുന്നത്. എന്നാൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വാട്ട് കുഡ് ബി അഥവാ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മളൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് എന്താണ്, വാട്ട് ഇറ്റ് ഈസ് എന്നാണ് ബ്രെയിനിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എന്നാൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അതിനെ വാട്ട് ഇറ്റ് കുഡ് ബി എന്നാണ് തീരുമാനിക്കുക. ഉദാഹരണത്തിന്, നമ്മളൊരു ചിരട്ട കാണുകയാണ്. ബ്രെയിനിൻ്റെ മറ്റെല്ലാ ഭാഗവും അതിനെ ഒരു ചിരട്ടയായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടോ ഒരു പാഴ്വസ്തുവായിട്ടോ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അതിനെ ഒരു ഫ്യൂവലായിട്ട്, ഒരു ഇന്ധനമായിട്ടോ അതല്ല എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് വെക്കാൻ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊള്ളാനുള്ള ഒരു പാത്രമായിട്ടും അതിനെ കാണാൻ സാധിക്കും. നമ്മുടെ ശീലങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ തലച്ചോറിലെ മറ്റുള്ള ഭാഗങ്ങളെ കൊണ്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്താഗ്രഹിക്കുന്നോ അത് ഇഷ്ടപ്പെടുത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പുതുതായൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പുകവലി നിർത്താൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ, ഫ്രഞ്ച് പോലൊരു ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ശരീരം കൂടുതൽ ഫിറ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും വായിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആഗ്രഹിക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ മറ്റ് ഭാഗങ്ങളും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ അതൊരു ശീലമായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ അത് എളുപ്പത്തിൽ തകർന്നു പോകും. എന്നാൽ ബേസൽ ഗാംഗ്ലിയ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ പോലെ അത്ര സ്മാർട്ടൊന്നുമല്ല.
നമ്മുടെ എനർജി സേവ് ചെയ്യുന്ന ഒരു പാറ്റേൺ റിപ്പീറ്റർ മാത്രമാണ്. അതിനാൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ പോലെ വളരെ സ്മാർട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്നും ഈ ഭാഗത്തിന് സാധിക്കില്ല എന്ന് കരുതി ബേസൽ ഗാംഗ്ലിയ നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനേക്കാൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ബേസൽ ഗാംഗ്ലിയക്കുണ്ട്. നമ്മളുടെ ബേസൽ ഗാംഗ്ലിയെ ഒന്ന് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ബേസൽ ഗാംഗ്ലിയ. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയും വളരെ വിശദമായി തന്നെ നോക്കാം. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ പറ്റി നന്നായി മനസ്സിലാക്കാനായി അതില്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ഭാഗമില്ലാതെ നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കും? ഒരിക്കലും അത് ഈസി ആയിരിക്കില്ല. ഫ്രണ്ടൽ ലോബുകളിൽ ഡാമേജ് സംഭവിച്ച പേഷ്യൻസിനെ എക്സാമിൻ ചെയ്ത ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ് ഫ്രാങ്കുവ ലെർമിത്ത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം മാനേജർ ഇല്ലാതെ വന്നാൽ, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇല്ലാതെ വന്നാൽ ഗണ്യമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ലെർമിത്തിൻ്റെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, ഫ്രണ്ടൽ ലോബിന് കാര്യമായ തകരാറ് സംഭവിച്ച ആളുകൾ. രണ്ട്, ഫ്രണ്ടൽ ലോബുകൾക്ക് ആരോഗ്യകരമായി ഇരിക്കുന്ന ആളുകൾ. പരീക്ഷണത്തിൻ്റെ ഭാഗമായി ആളിനെ ഒരു ചോദ്യകർത്താവിൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിനായി ഇരുത്തും. എന്നിട്ട് ഇൻ്റർവ്യൂ സ്റ്റൈലിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ അഭിമുഖത്തിന് വരുന്ന ആളുകളോട് വളരെ നിസ്സംഗമായി പെരുമാറുക, അവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുക, അതുപോലെ വളരെ അമ്പരപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ടാസ്ക്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ മൂക്കിൽ വിരലിടുക, സല്യൂട്ട് നൽകുക, പേപ്പർ മടക്കിയൊരു കവറിലിടുക, പേപ്പർ ചവച്ച് തിന്നുക, പാട്ട് പാടുക, ഇരുന്നുകൊണ്ട് സ്വന്തം കാൽ തൊടുക, ഇടയ്ക്കിടയ്ക്ക് വിതുമ്പുക, ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമുള്ള ഫ്രണ്ടൽ ലോബുള്ള ആളുകൾ ഇതൊക്കെ തന്നെ വീക്ഷിക്കുകയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ വിചിത്രമായും ഫീൽ ചെയ്തു. കാരണം പൂർണ്ണമായും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇയാൾക്ക് എന്താണ് കുഴപ്പം എന്ന രീതിയിലുള്ളൊരു പ്രതികരണം അവരിൽ നിന്നും ലഭിച്ചു. ചില ചെറുപ്പക്കാർ അയാളുടെ പെരുമാറ്റം കണ്ട് പൊട്ടിച്ചിരിക്കുകയും അയാളെ അനുകരിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലുമില്ല എന്ന് റിയാക്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ റിയാക്ഷൻസ് ആയിരുന്നു. മിക്കവാറും എല്ലാ ആളുകളും തന്നെ ഈ പരീക്ഷകൻ്റെ അസംബന്ധമായ ആംഗ്യങ്ങളെ അനുകരിച്ചു. വളരെ മികച്ച കൃത്യത ഇല്ലെങ്കിൽ പോലും അവർ അനുകരിക്കാൻ ശ്രമിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പരിശോധനയ്ക്ക് ശേഷം അഭിമുഖം നടത്തിയപ്പോൾ ഫ്രണ്ട് ലോബ് കേടായ എല്ലാ രോഗികൾക്കും പരീക്ഷകൻ കാണിച്ച ആംഗ്യങ്ങൾ കൃത്യമായി ഓർക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. കൂടാതെ അവരുടെ അനുകരണ സ്വഭാവത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷകൻ ആംഗ്യം കാണിച്ചതുകൊണ്ട് തങ്ങളും ചെയ്തു എന്നാണ് അവർ പ്രതികരിച്ചത്. എന്നാൽ ആംഗ്യങ്ങൾ അനുകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉത്തരം ആംഗ്യങ്ങൾ കാണിച്ചു, അതുകൊണ്ട് കണ്ടപ്പോൾ അനുകരിച്ചു എന്നായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ അഭാവത്തിൽ ആളുകൾ യന്ത്രങ്ങളെപ്പോലെ വെറും മോട്ടോർ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന, യാന്ത്രിക പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഉപകരണമായി മാറും എന്നതാണ്. അവിടെ ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ മാനേജർ ഇല്ലാത്തതിൻ്റെ കാരണമാണ് നമ്മൾ ഇത്തരം യാന്ത്രിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകുന്നത്. ഇനി നമുക്ക് ബേസൽ ഗാംഗ്ലിയയുടെ കാര്യം നോക്കാം. ടെക്നിക്കലി സ്പീക്കിംഗ് ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കുന്ന ന്യൂക്ലിയസുകളുടെ ഒരു കൂട്ടമാണ് തലച്ചോറിനകത്തെ ബേസൽ ഗാംഗ്ലിയ. കൂടാതെ ശീലം രൂപപ്പെടുത്തുന്നതിലും ക്രമമായ പഠനത്തിലും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട്. എന്നാൽ ബ്രെയിനിൻ്റെ പല സംവിധാനങ്ങളും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് രീതിയിൽ ഇടപഴകുന്നത് കൊണ്ട് തന്നെ ബേസൽ ഗാംഗ്ലിയയെ ഒറ്റയ്ക്ക് തലച്ചോറിൻ്റെ ശീലങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് വേർതിരിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല. ന്യൂറോ സയൻസിൻ്റെ സഹായം ഉപയോഗിച്ചാലും ഇന്നും ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കൃത്യമായി പറയാൻ ഗവേഷകർക്ക് കഴിയില്ല. അത് വഞ്ചനാപരമായോ കൃത്യതയില്ലാത്തതോ ആണെന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ ചെറിയൊരു കോൺസ്പിരസി അതിലുണ്ട് എന്നത് സത്യം തന്നെയാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നിഗൂഢവും സങ്കീർണവുമാണ്. മോഡേൺ സയൻസിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. അതായത് ശീലം രൂപപ്പെടുത്തുന്നതിലെ പ്രധാനപ്പെട്ട കളിക്കാരൻ എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയ ആണ്. അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവുമാണ്. എന്നാൽ അനുഭവം, പരീക്ഷണം, വിവേകം എന്നിവയുമായൊക്കെ സംയോജിക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ അറിവ് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫ്രണ്ടൽ ലോബുകളുള്ള ആളുകളെക്കുറിച്ചുള്ള ലെർമിറ്റിൻ്റെ പഠനം തലച്ചോറിൻ്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ ശരിയായി പ്രവർത്തിക്കാത്ത ബേസൽ ഗാംഗ്ലിയ ഏതെങ്കിലും ശീലങ്ങൾക്കുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുത്താൻ കാരണമാവുമെന്ന് മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നു. അതിനായി ഗവേഷകർ ആദ്യം തന്നെ 3 തരം ആളുകളെ ശേഖരിക്കുന്നു. ആരോഗ്യമുള്ള ആളുകൾ, പാർക്കിൻസൺസ് രോഗികൾ,
മെമ്മറി പ്രശ്നമുള്ളവർ. ഇങ്ങനെ 3 തരംതിരിവുള്ള ആളുകളെ വച്ച് പരീക്ഷണം നടത്തുകയാണ്. കോശമരണം മൂലം ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ബേസൽ ഗാംഗ്ലിയയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കാതെ വരുന്ന അസുഖമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖം. ഇത് കാരണം നമ്മുടെ ബേസൽ ഗാംഗ്ലിയ പ്രവർത്തനരഹിതമാവുന്നു. പരീക്ഷണത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും 4 ആകൃതിയുള്ള കാർഡുകൾ കൊടുക്കുകയാണ്. അതിൽ ഓരോ കാർഡും നോക്കി അത് മഴയാണോ സൂര്യപ്രകാശമാണോ എന്ന് പറയാൻ അവരോട് ആവശ്യപ്പെടുന്നു. ഈ കാർഡുകളും ഫലങ്ങളും തമ്മിൽ ബോധപൂർവം ബന്ധം സ്ഥാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉപബോധ മനസ്സോടെ എടുക്കാവുന്ന സൂക്ഷ്മമായ ചില പാറ്റേണുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 50ഓളം ട്രയലുകൾ നടത്തി. ഏകദേശം 10 ട്രയലുകൾക്ക് ശേഷം സാധാരണ ആളുകളും മെമ്മറി നഷ്ടപ്പെടുന്നവരും അവരുടെ കൃത്യമായി അനുമാനിക്കാൻ കഴിയുന്ന ശതമാനം ക്രമേണ 50% നിന്നും ഒരു 70% വരെ മെച്ചപ്പെടുത്തി. അവരുടെ ഉപബോധ മനസ്സ് മഴയോ അല്ലെങ്കിൽ സൂര്യപ്രകാശമോ നിർദ്ദേശിക്കുന്ന പാറ്റേണുകൾ തിരഞ്ഞെടുത്തു. എന്നാൽ പാർക്കിൻസൺസ് രോഗമുള്ളവർ 50% നിന്നും മെച്ചപ്പെട്ടില്ല. ആരോഗ്യകരമായ ബേസൽ ഗാംഗ്ലിയ ഇല്ലാതെ അവരുടെ തലച്ചോറിന് പാറ്റേണുകൾ കണ്ടെത്താനായില്ല. അതിനാൽ പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ബേസൽ ഗാംഗ്ലിയ ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ പഠനങ്ങളിൽ നിന്നും വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുന്നതിൻ്റെയും ഓട്ടോമേറ്റഡ് ബിഹേവിയേഴ്സിൻ്റെയും പാറ്റേൺ തിരിച്ചറിയലിൻ്റെയും ഒക്കെ ഒരു ഇരട്ട സംവിധാനമാണ് എന്ന് നമുക്ക് പറയാം. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ വളരെ ഡൈനാമിക്കും അതുപോലെ റെസ്പോൺസീവുമാണ്. എന്നാൽ അത് ഒരുപാടധികം എനർജിയും വിൽ പവറും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതേസമയം ബേസൽ ഗാംഗ്ലിയയുടെ ഓട്ടോമേഷൻ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദവും കാര്യക്ഷമവുമൊക്കെ ആണെങ്കിലും അവ അധികം എനർജി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായ മോണിറ്ററിംഗ് ആവശ്യമില്ലാത്ത ജോലികൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ ബേസൽ ഗാംഗ്ലിയ നമ്മളെ സഹായിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ തലച്ചോറ് ഒരു മണ്ടനാണ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭൂരിഭാഗവും വിഡ്ഢിത്തമാണ് എന്ന് പറയുമെങ്കിലും ആ വിഡ്ഢിത്തം കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മാനേജ് ചെയ്യാൻ ഒരു മാനേജർ ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ് എന്ന് മാത്രം. അപ്പോൾ ബേസൽ ഗാംഗ്ലിയയും അതുപോലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ശീലങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിഗണിക്കേണ്ട വിഷയം. ഒരു പെരുമാറ്റം ശീലമാകുന്നതിന് മുൻപ് സ്വയം മുന്നോട്ട് പോകാനുള്ള 2 വഴികളുണ്ട്. അത് പ്രചോദനം അഥവാ മോട്ടിവേഷൻ, അതുപോലെ ഇച്ഛാശക്തി അഥവാ വിൽ പവർ എന്നിവയാണ്. എന്തൊരു കാര്യം പുതുതായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മോട്ടിവേഷൻ വേണമെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മോട്ടിവേഷനോട് ഗുഡ് ബൈ പറയുക. ഇനി നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. മോട്ടിവേഷൻ വേഴ്സസ് വിൽ പവർ എന്ന അടുത്ത അധ്യായത്തിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ 3ാമത്തെ അധ്യായമായ മോട്ടിവേഷൻ വേഴ്സസ് വിൽ പവർ എന്ന അധ്യായത്തിൽ പ്രചോദനവും ഇച്ഛാശക്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചിലർക്കെങ്കിലും ഇവ രണ്ടും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ പരസ്പരം മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് എന്നൊരു തോന്നലുണ്ടായിരിക്കാം. എന്നാൽ ഇത് തികച്ചും വിപരീതമായ അർത്ഥമുള്ള 2 വാക്കുകളാണ്. മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറയുന്നത് വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ നേർ വിപരീത അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. അതെന്താ അങ്ങനെ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ്റെ ആവശ്യം നമുക്കില്ല. എന്നാൽ നമുക്ക് ഇഷ്ടം കുറവുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് പൊതുവേ മോട്ടിവേഷൻ ആവശ്യം. അവിടെ നമുക്ക് നമ്മുടെ വിൽ പവർ കുറവായിരിക്കും അഥവാ ഇച്ഛാശക്തി വളരെയധികം കുറവുള്ളത് കൊണ്ടാണ് നമുക്കവിടെ മോട്ടിവേഷൻ്റെ ആവശ്യം തന്നെ വരുന്നത്. പലപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്തൊരു കാര്യം പുതുതായി ചെയ്യുമ്പോഴും നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ സ്വയം കരുതുന്നു. എന്നാൽ സ്വയം മോട്ടിവേറ്റ് ആവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പല മാർഗങ്ങളിലൂടെ മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഈ മോട്ടിവേഷൻ അധികകാലം നിൽക്കാൻ സാധ്യതയില്ല. നമ്മളൊരു യൂട്യൂബ് മോട്ടിവേഷൻ വീഡിയോ കാണുകയും അതിൽ നിന്നും മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യുന്നു എന്ന് കരുതുക. എന്നാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം പോയാൽ ആ ദിവസം മുഴുവൻ മാത്രമേ നമുക്ക് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ദിവസവും ഈ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടണം എന്ന് ഒരു നിർബന്ധവുമില്ല. മോട്ടിവേഷൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്. മോട്ടിവേറ്റഡ് ആവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ശീലങ്ങൾ വളർത്താൻ സാധിക്കില്ല. ശീലങ്ങൾക്ക് സ്ഥിരമായ റെപ്പിറ്റേഷൻ ആവശ്യമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. പഴയ പഠനങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ 10 തവണയെങ്കിലും ഒരു കാര്യം സ്ഥിരമായി ചെയ്താൽ മാത്രമേ തലച്ചോർ അതൊരു പാറ്റേണായി തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ഇത്രയും പ്രാവശ്യം അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് പലർക്കും ഉണ്ടാവില്ല എന്നതാണ് സത്യം.
എന്നാൽ മോട്ടിവേഷൻ ഒരു മോശം കാര്യമൊന്നുമല്ല. നിരവധി ഗുണങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബോണസാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ മോട്ടിവേഷനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അത്തരം ആളുകൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡായി ഇരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അത്തരം വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കും. എന്നാൽ അവരുടെ മോട്ടിവേഷൻ ലെവൽ വളരെയധികം താഴെയുമായിരിക്കും എന്നതാണ് സത്യം. മോട്ടിവേഷൻ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് നമ്മുടെ ഇമോഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിളും പെട്ടെന്ന് റാൻഡമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നതുമാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരാൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ സാധിക്കില്ല. ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻസും നിങ്ങളുടെ മോട്ടിവേഷൻ ലെവലും ഒക്കെ തന്നെ. അത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കില്ല. ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറവോ മാത്രം നിൽക്കുന്ന ടെമ്പററി മോട്ടിവേഷൻസ് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിച്ചിട്ടുമുണ്ടാവൂ. എഴുത്തുകാരൻ പറയുന്നത് വെള്ളത്തിൽ വീട് കെട്ടുന്നത് പോലെയാണ് മോട്ടിവേഷൻ എന്നാണ്. പക്ഷേ വെള്ളത്തിൽ നമുക്ക് ഹൗസ് ബോട്ട് കെട്ടാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ എനർജി ഒരല്പം കുറവുള്ള ദിവസങ്ങളിൽ നമ്മളൊന്ന് ഓഫ് ആവാറുണ്ട്. അതിനർത്ഥം പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ മോട്ടിവേഷൻ ആ ദിവസം കുറവായിരിക്കും എന്നാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കോട്ട്സ് വായിക്കുകയോ ചെയ്യുമ്പോൾ താൽക്കാലികമായെങ്കിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ഡിപ്രഷൻ, കെമിക്കൽ ഫ്ലക്ച്വേഷൻസ്, ഹോർമോൺസ്, നമ്മുടെ ആരോഗ്യം, എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസൺസ്, എനർജി ലെവൽസ്, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് മോട്ടിവേറ്റഡായി നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്, നാളെ മുതൽ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ജോഗിങ് ചെയ്യുമെന്ന്. എന്നാൽ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും എഴുന്നേൽക്കാൻ സാധിക്കണമെന്നില്ല. ഇനി നമ്മളൊരു അലാമൊക്കെ വെച്ച് അതേസമയം എഴുന്നേറ്റു എന്ന് കരുതുക. ആ ദിവസം മഴയാണെങ്കിൽ അന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പോലും തോന്നില്ല. അന്നത്തെ നമ്മുടെ മോട്ടിവേഷനും ജോഗിങ്ങുമെല്ലാം അതോടെ അവസാനിക്കുകയും ചെയ്യും. എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മളെ തന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഐസ്ക്രീം തിന്നാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്യേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല, എത്രയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ ആ ഡയറ്റ് ചീറ്റ് ചെയ്ത് ഐസ്ക്രീം കഴിക്കാനും നമുക്ക് തോന്നും. ഇതിന് ഒരു മോട്ടിവേഷൻ്റെയും ആവശ്യമില്ല. കാരണം ആ ഐസ്ക്രീം കഴിക്കണമെന്ന വിൽ പവർ നമ്മുടെ ഉള്ളിൽ അത്രമാത്രം സ്ട്രോങ് ആണ്. ഒരു ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യാൻ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ സ്ട്രോങ് ആണ് ഐസ്ക്രീം കഴിക്കണം എന്ന വിൽ പവർ. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കണം എന്നത് വളരെ മോശമായിട്ടുള്ളൊരു ശീലമാണ്. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവാൻ താല്പര്യപ്പെടുമ്പോൾ ഇതൊരു പ്രശ്നമല്ല. എന്നാൽ മോട്ടിവേറ്റഡ് അല്ലാത്ത ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ജീവിതം മുഴുവനായിട്ടും മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നു. എന്ത് ചെയ്യാനും മോട്ടിവേഷൻ വേണം എന്നൊരവസ്ഥ ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ ഓൾറെഡി ഒരു മടിയനായിരിക്കും. മാത്രമല്ല, അയാളുടെ മടി കൂടുതൽ കൂടുകയും ചെയ്യും. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ അതിനൊരു കാലാവധിയുണ്ട്. 1 മാസമോ 2 മാസമോ 3 മാസമോ ആയിരിക്കാം. എന്നാൽ ആ കാലാവധിക്ക് ശേഷം നമുക്ക് ആ ഫോൺ റീചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരാളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മോട്ടിവേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. മോട്ടിവേറ്റഡ് ആയിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുമായിരിക്കാം. എന്നാൽ അതിനും ഒരു കാലയളവുണ്ട്. ആ കാലയളവിന് ശേഷം നമുക്ക് ആ ശീലങ്ങളോ പെരുമാറ്റങ്ങളോ ഒന്നും തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. ഒരു പെരുമാറ്റം അതിൻ്റെ ശീലത്തിലേക്ക് മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഇമോഷണലായി ചിന്തിക്കുന്നത് കുറയും. അത് വളരെ ബോറിംഗ് ആയിട്ടും മടുപ്പിക്കുന്നതായിരിക്കും തോന്നാൻ സാധ്യതയുണ്ട്. ജെറമി ഡീൻ തൻ്റെ പുസ്തകത്തിൽ മേക്കിംഗ് ഹാബിറ്റ്സ് ബ്രേക്കിംഗ് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഒരു ശീലം വൈകാരികമായ ബാക്കപ്പ് ഇല്ലാതെ തനിയെ റഡാറിൽ പറക്കാൻ കഴിയുന്ന ഒന്നാണ്. അതായത് ഒരു ശീലം ചെയ്യാൻ നമുക്ക് ഒരു ഇമോഷണലിൻ്റെയും സപ്പോർട്ട് ആവശ്യമില്ല. ഉദാഹരണത്തിന്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു ഇമോഷനും ഉണ്ടായിട്ടല്ല. ഡോക്ടർ വുഡ് നടത്തിയ പരീക്ഷണത്തിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് തെളിഞ്ഞിട്ടുള്ളത്. ഒരു പതിവ് പെരുമാറ്റം നടത്തുമ്പോൾ നമുക്കതിൽ വികാരങ്ങളുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ശീലങ്ങൾ വളർത്തുന്നതിലും നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ടാവുന്നില്ല. എന്നാൽ
നമ്മളൊരു കാര്യം റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ എക്സൈറ്റേഷൻ അതിൽ നഷ്ടപ്പെടുകയാണ്. ഇത് ചെയ്യാൻ കുറഞ്ഞ ആവേശം മതി. എന്നാൽ ശീലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് കുറഞ്ഞ റെസിസ്റ്റൻസും കൂടുതൽ റിഡൻഡൻസിയുമാണ്. പതിവായിട്ടുള്ള പെരുമാറ്റം ശക്തമായ വികാരങ്ങളെയൊന്നും ഇളക്കി വിടുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളെ ആശ്രയിച്ചുള്ള എന്തും പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ജീവിത വിജയത്തിന് ചിലപ്പോഴൊക്കെ മോട്ടിവേഷൻ എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ വിൽ പവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു മോശം കാര്യം തന്നെയാണ്. കാരണം വിൽ പവർ വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. മോട്ടിവേഷൻ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യകളിലെല്ലാം തന്നെ വ്യത്യസ്തമായി വിൽ പവർ അങ്ങേയറ്റം വിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ സ്വയം നിർബന്ധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ്. മോട്ടിവേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിൽ പവർ ഒരു മസില് പോലെ നമുക്ക് ബലപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ പ്രശസ്തനായ സെൽഫ് കൺട്രോൾ ഗവേഷകനായ പ്രൊഫസർ റോയ് ബ്യൂമെസ്റ്റർ 1999 തങ്ങളുടെ അംഗവിന്യാസ രീതികൾ മെച്ചപ്പെടുത്തുന്നതിനായി വിൽ പവർ പ്രയോഗിച്ച വിദ്യാർത്ഥികൾ ഈ രീതി പ്രയോഗിക്കാത്തവരെ അപേക്ഷിച്ച് തുടർന്നുള്ള ആത്മനിയന്ത്രണ കാര്യങ്ങളിൽ പ്രകടമായ പുരോഗതി കാണിച്ചുവെന്ന് കണ്ടെത്തി. നിങ്ങൾ മോട്ടിവേഷനെയാണ് ആശ്രയിക്കുന്നത് എങ്കിൽ ഒരു സ്കെഡ്യൂളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എഴുതാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിന് മോട്ടിവേഷൻ തോന്നുകയോ ഇല്ലയോ എന്ന് ആർക്കറിയാൻ പറ്റും. ഇത് വളരെ അൺപ്രെഡിക്റ്റബിൾ ആണ്. എന്നാൽ വിൽ പവർ ഉപയോഗിച്ച് നിങ്ങളൊരു പ്രവർത്തനം സ്കെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മോട്ടിവേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് വിഷയമേ അല്ല. വിൽ പവർ എന്ന് പറയുന്നത് വിൽ ആൻഡ് പവർ എന്ന രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ്. അതായത് വിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അഥവാ താല്പര്യം എന്നാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം. പവർ എന്ന് പറയുന്നത് ശക്തി, നമ്മൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ടാവുന്ന ശക്തി അഥവാ ഇച്ഛാശക്തി എന്നാണ് വിൽ പവർ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ അത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എപ്പോഴും മതിയായ ഒരു വിൽ പവർ ഉണ്ടായിരിക്കും. ഇതാണ് വിൽ പവറും മോട്ടിവേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വിൽ പവർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉപയോഗിച്ച് തന്നെയാണ് പൊതുവെ ആളുകൾ പുതിയ ശീലങ്ങളെല്ലാം ആരംഭിക്കുന്നത്. എന്നാൽ മോട്ടിവേഷൻ വിശ്വസനീയമല്ല. അതുകൊണ്ട് ഇത് ശീലങ്ങൾ വളർത്താനുള്ളൊരു തന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ വിൽ പവർ വളരെ വിശ്വസനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് വിൽ പവർ ഉപയോഗിച്ച് സാധിക്കും. മിനി ഹാബിറ്റ്സിൻ്റെ ആദ്യ 3 ഭാഗങ്ങളിൽ ഹാബിറ്റ് ബിൽഡിംഗ്, ബ്രെയിൻ വിൽ പവർ, മോട്ടിവേഷൻ ഇവയെപ്പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അതായത് ആദ്യത്തെ 3 പാർട്ടിൽ എങ്ങനെ മിനി ഹാബിറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 4ാമത്തെ അധ്യായമായ ദ സ്ട്രാറ്റജി ഓഫ് മിനി ഹാബിറ്റ്സ് എന്ന അധ്യായത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ പ്രോപ്പർ ആക്കാം, എന്നിട്ട് എങ്ങനെ മിനി ഹാബിറ്റ്സിനെ എഫക്റ്റീവ് ആക്കാം എന്നതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മിനി ഹാബിറ്റ്സിൻ്റെ സ്ട്രാറ്റജിയും അത് നമ്മൾ ഹാബിറ്റ് ചേഞ്ചിൽ നിന്നും ലേൺ ചെയ്യുന്നത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള എനർജി ഉണ്ട്, പക്ഷേ നമുക്കത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമില്ല. അതായത് നമുക്കൊരു മെൻ്റൽ ബാരിയർ ഉണ്ട്. എന്നാൽ ഒറ്റ പുഷപ്പ് എടുക്കാൻ വേണ്ടി നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു തവണ ഒരു പുഷപ്പ് എടുത്ത് നോക്കാം. ആ ഒരു പുഷപ്പ് എടുക്കാനുള്ള എനർജി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ പുഷപ്പുകൾ എടുത്ത് ശ്രമിക്കാവുന്നതാണ്. അത് പരമാവധി കൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക. പരമാവധി എത്ര റെപ്സാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും റെപ്സ് ചെയ്ത് ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ സ്ട്രാറ്റജി. ഒരു സമയം ഒരു ശീലം മാത്രം പിന്തുടരാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ പരിമിതമായ വിൽ പവർ ഉപയോഗിച്ച് ഒരേ സമയം വളരെയധികം ശീലങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ 6 മാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയ്ക്കായി സമർപ്പിക്കാനും അത് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങൾ അവഗണിക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ടോ? നിങ്ങളുടെ നിലവിലെ ഫോക്കസും നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റു മേഖലകളും തമ്മിലുള്ള ഈ ഒരു ഫ്രിക്ഷൻ ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കും. എന്നാൽ മിനി ഹാബിറ്റ്സിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മിനി ഹാബിറ്റ്സ് വളരെ ചെറുതും വിൽ പവർ ഉള്ളതുമാണ്. നമുക്ക് ഒരേ സമയം ഒന്നിലധികം ശീലങ്ങൾ ഉണ്ടാകാം. എത്ര ബിസിയായിട്ടുള്ള ആൾക്ക് പോലും ഒന്നിലധികം മിനി ഹാബിറ്റ്സ് ഉപയോഗിച്ച് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ ദിവസത്തെ അടിസ്ഥാനമാക്കിയ ചെറിയ ചെറിയ ശീലങ്ങളെ നോക്കുക. അവ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവ ചെയ്യാൻ നമുക്ക് കുറച്ച് മിനിറ്റ് ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് വർക്കൗട്ടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്കൊരു 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്, ഒന്നുകിൽ സമയമില്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എനർജി ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു പുഷപ്പ് ചെയ്ത് തുടങ്ങുക. എന്തായാലും ഒരു പുഷപ്പിൽ നമുക്ക് നിർത്താൻ സാധിക്കില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും പുഷപ്പ് നമ്മൾ ചെയ്യും. അത് 7, 8, 10 ആയിക്കോട്ടെ. അത്രയും പുഷപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു. നമ്മൾ എന്തോ നേടി എന്നൊരു ഡോപ്പമൈൻ റഷ് നമ്മളിൽ ഉണ്ടാവുന്നു.
അതുകൊണ്ട് നമുക്ക് അവിടെ എനർജിയോ ടൈമോ വേസ്റ്റ് ആവുന്നില്ല എന്ന മറ്റൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ തോന്നുന്ന വർക്കൗട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പുഷപ്പിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത റെപ്പുകൾ ചെയ്യും. ചിലപ്പോൾ അടുത്ത വർക്കൗട്ടായിട്ടുള്ള പുള്ളപ്പോ അല്ലെങ്കിൽ മറ്റ് വർക്കൗട്ട്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ ആ 1 മണിക്കൂറിൻ്റെ വർക്കൗട്ട് ഒരു പക്ഷേ 45 മിനിറ്റിലോ അല്ലെങ്കിൽ 30 മിനിറ്റിലോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇങ്ങനെ വളരെ എഫിഷ്യൻ്റായിട്ടും നമ്മളെ എഫേർട്ട്ലെസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മിനി ഹാബിറ്റ്സ് നമ്മളെ ബലപ്പെടുത്തുന്നു. അതുവരെ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല എങ്കിലും വളരെയധികം റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് മിനി ഹാബിറ്റ്സ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുവരെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ കീഴ്മേൽ മറിക്കാൻ തക്ക പവറുള്ള ഒരു കാര്യമാണ് മിനി ഹാബിറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. വളരെ എഫിഷ്യൻ്റായി തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് പുതിയതായ ഒരു ശീലം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതായത് ഒരു പുസ്തക വായന, അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എഴുതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഒരു ദിവസം 50 വാക്കുകൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ തീരുമാനിക്കുക. ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അങ്ങനെ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ വാക്കുകൾ നമുക്ക് അന്ന് എഴുതാൻ സാധിക്കാം. 50 വാക്കുകൾ എഴുതണമെന്ന് വിചാരിച്ച ഒരാൾ 500 1000 വാക്കുകൾ വരെ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് മിനി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന പവർ. സോ ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് വളർത്തിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ശീലം അത് ഇന്ന് തൊട്ട് തുടങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രാറ്റജിയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ മാത്രമല്ല മോശം ശീലങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അനാവശ്യമായി നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നമ്മൾ എത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം തവണ നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. പരമാവധി അതിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. പെട്ടെന്നൊരു ദിവസം നിർത്താൻ സാധിക്കണം എന്നില്ലെങ്കിൽ വാങ്ങുന്ന സാധനങ്ങളുടെ ഫ്രീക്വൻസി കുറയ്ക്കാൻ ശ്രമിക്കുക. ആഴ്ചയിലോ മാസത്തിലോ ഒരു ലിമിറ്റ് വയ്ക്കുക. ആ ലിമിറ്റിൽ കൂടുതൽ റേറ്റിലോ അല്ലെങ്കിൽ തവണയിലോ സാധനങ്ങൾ വാങ്ങില്ല എന്ന ഒരു തീരുമാനമെടുക്കുക. പരമാവധി അത് പാലിക്കാനും ശ്രമിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ദുശ്ശീലങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് സാധ്യമാകുന്നു. സോ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ശീലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മിനി ഹാബിറ്റ്സിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മിനി ഹാബിറ്റ്സിനെ തിരഞ്ഞെടുക്കാനും അത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും സഹായിക്കുന്ന 8 ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ 8 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് എഴുത്തുകാരൻ ഉറപ്പു തരുന്നു. ഇനി പറയാൻ പോകുന്ന ഓരോ ഘട്ടങ്ങളെയും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ട് അത് ഘട്ടം ഘട്ടമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനൊരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു നോട്ട് പാഡോ പേനയും കയ്യിൽ കരുതുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മിനി ഹാബിറ്റ്സിനെ ചൂസ് ചെയ്യുകയും ഒരു ഹാബിറ്റ് പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. അത് ഒരു ശീലമോ ഒന്നിൽ കൂടുതൽ ശീലങ്ങളോ ആവാം. സന്തോഷമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരേ സമയം ഒന്നിലധികം ശീലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. എന്നാൽ ശീലങ്ങളുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വവും കൂടുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു 3 മുതൽ 4 ശീലങ്ങൾ വരെ ഓപ്റ്റിമമായി നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹാബിറ്റ് പ്ലാനിനെ പറ്റി ചിന്തിക്കാം. ഹാബിറ്റ് പ്ലാൻ എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓത്തർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാൻ ഒരാഴ്ചത്തെ ഫ്ലെക്സിബിൾ പ്ലാനാണ്. ഈ പ്ലാനിൽ നിങ്ങളൊരു ശീലത്തിൽ നിന്ന് ആരംഭിച്ച് ഒരാഴ്ചത്തേക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നു. എന്നിട്ട് നിങ്ങളതിനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവാലുവേറ്റ് ചെയ്യുന്നു. എത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓരോ ശീലങ്ങളും ഒരാഴ്ചയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നോക്കുന്നു. നിങ്ങൾക്കിത് കൂടുതൽ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾ ഓവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ അണ്ടർ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. മിനി ഹാബിറ്റ് സിസ്റ്റം തങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് ഈ ഒരു ഫ്ലെക്സിബിൾ പ്ലാൻ നല്ലത്. രണ്ടാമത്തെ പ്ലാൻ സിംഗിൾ മിനി പ്ലാനാണ്. ഇവിടെ നമ്മൾ ഒരു ശീലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. അതായത് ഫിറ്റ്നസ് ആവാം, അല്ലെങ്കിൽ ഒരു പുഷപ്പ് ചാലഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കാം. അങ്ങനെ ഏത് ഹാബിറ്റാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റായി ഫീൽ ചെയ്യുന്നത്, മറ്റുള്ളവയെല്ലാം തന്നെ
കൺസിഡർ ചെയ്യാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാനാണ് സിംഗിൾ മിനി പ്ലാൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു സിംഗിൾ ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗോൾ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ ചൂസ് ചെയ്യാം. ഈ ഒരു പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന് സക്സസ് റേറ്റ് വളരെയധികം ഹൈ ആണ്. കാരണം ആളുകളെല്ലാം തന്നെ ഈ ഒരു പ്ലാൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത്. മൂന്നാമത്തെ പ്ലാൻ മൾട്ടിപ്പിൾ മിനി പ്ലാൻ ആണ്. പേര് പറയുന്നത് പോലെ തന്നെ ഒന്നിൽ കൂടുതൽ, അതായത് 2-3 മിനി ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു പ്ലാനാണിത്. അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് പൂർണ്ണമായും ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ മിനി പ്ലാൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശീലങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവ ബന്ധമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ മിനി പ്ലാൻ തന്നെ ചൂസ് ചെയ്യാം. ഏറ്റവും അധികം മൾട്ടിപ്പിൾ മിനി പ്ലാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമിനിടയിൽ ചെയ്തു തീർക്കാൻ നിർബന്ധമുള്ള ആളുകൾക്കാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ശീലങ്ങളും അതുപോലെ നിങ്ങളുടെ ഹാബിറ്റ് പ്ലാനും തീർച്ചയായും സ്റ്റുപ്പിഡ് സ്മോൾ ആയിരിക്കണമെന്ന നിർബന്ധം എഴുത്തുകാരനുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായി തന്നെ തുടങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വലിയ ശീലങ്ങളെ ബ്രെയിൻ ഒറ്റയടിക്ക് പ്രതിരോധിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഘട്ടം, നിങ്ങളുടെ ഓരോ മിനി ഹാബിറ്റും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നതാണ്. പൊതുവെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അതിനുവേണ്ടി സമയം കളയാനോ അല്ലെങ്കിൽ ജിം മെമ്പർഷിപ്പ് എടുത്ത് കാശ് കളയാനോ അതുപോലെ ഒരു ഡയറ്റ് കൃത്യമായി സ്ട്രിക്റ്റായി ഫോളോ ചെയ്ത് അതിൻ്റെ പിന്നാലെ നടക്കാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു ലോങ് ടേമിൽ ആലോചിക്കുമ്പോൾ എല്ലാ കാലവും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നമ്മളുടെ ഏറ്റവും വലിയ വെൽത്തായിട്ട് നമ്മൾ കാണേണ്ടതും നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ ആരോഗ്യകരമായി ഇരിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ അതിനു വേണ്ടി യാതൊരു എഫേർട്ടും ഇടുന്നില്ല എന്നതാണ്. കുറേ കാലം കഴിഞ്ഞ് പ്രായമാകുമ്പോൾ നമുക്കൊരു അസുഖം വരികയും നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കുന്ന മരുന്നുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ പകുതി പോലും നമുക്ക് ഈ ജിം മെമ്പർഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയോ ചിലവഴിക്കേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഓരോ ഹാബിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്നും അതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റി കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ വേറെയും ചില ഗുണങ്ങളുണ്ട്. അതായത് നമ്മൾ ഏത് ശീലമാണോ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ശീലം യഥാർത്ഥത്തിൽ വേർത്താണോ എന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അതായത് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മളൊരു പുതിയ ശീലം ഉണ്ടാക്കുന്നു, എന്നാൽ ആ ശീലം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. മീനിങ്ലെസ്സായ കാര്യങ്ങൾക്ക് എഫേർട്ട് ഇട്ട് നമ്മളുടെ സമയവും നമ്മുടെ എനർജിയും വേസ്റ്റ് ആക്കാതെ നമുക്കവ സംരക്ഷിക്കാനും സാധിക്കും എന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നും അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നൊരു ശീലം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത് എന്തിന് ആണ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്നതാണ്. അതിനെക്കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എല്ലാവരും ഒരു ട്രെൻഡിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് നിങ്ങൾ കാണുകയും ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാമെന്ന് വെറുതെ തോന്നുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ശീലം അധികകാലം കൊണ്ടുപോകില്ല. എന്നാൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ഗോൾ ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ആ ഗോളിന് വേണ്ടിയാണ് ആ സമയത്ത് എഴുന്നേൽക്കുന്നത്. ഒരു അലാമിൻ്റെ സഹായം പോലും ഇല്ലാതെ നിങ്ങൾക്ക് സ്വയം ആ സമയത്ത് ഞെട്ടി എഴുന്നേൽക്കാൻ സാധിക്കും എന്നതാണ്. സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളെല്ലാം രാവിലെ എഴുന്നേൽക്കുന്നു എന്നൊരു കാരണം കൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾ കുറച്ചു നേരം അധികം ഉറങ്ങിയെന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഇല്ലാതെ പോവുകയൊന്നുമില്ല. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് അവർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അധികം ലഭിക്കുകയും അത് അവർ കൂടുതൽ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുന്നു എന്നതുമാണ്. എന്നാൽ 5 മണിക്ക് അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മണിക്കൂർ കൂടെ ഉറങ്ങി നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു റെസ്റ്റ് കൊടുക്കാമായിരുന്നു. എന്നാൽ അതിന് പകരം ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ കൂടുതൽ ടയേർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം എന്ന ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കാനുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും പ്രവർത്തിക്കാവുന്നതാണ്. അത് രാവിലെ, ഉച്ച, രാത്രി എന്നൊന്നുമില്ല. നിങ്ങൾ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിന് പകരം ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ പാഴാക്കി കളയുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ രാവിലെ
5 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റതിലൂടെ അയാളുടെ ജീവിതം യാതൊരു തരത്തിലും മാറാൻ പോകുന്നില്ല, മറിച്ച് അയാളുടെ ഉറക്കം കൂടി നഷ്ടമാവുന്നു എന്ന് വേണം പറയാൻ. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിഫൈനിങ് യുവർ ഹാബിറ്റ് ക്യൂസ് ആണ്. നമുക്ക് 2 രീതിയിൽ നമ്മുടെ ഹാബിറ്റ് ക്യൂസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് അത് ടൈം ബേസ്ഡ് ആണ്, രണ്ടാമത്തേത് ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. നമുക്കിത് രണ്ടും വളരെ വിശദമായി തന്നെ നോക്കാം. ടൈം ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സമയമധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ഒരു ഹാബിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കൃത്യമായ ഒരു സമയത്ത് 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഞാൻ എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോകും എന്നാണ്. എന്നാൽ ഇതേ സമയം നമ്മളൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ക്യൂ ആണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും സ്കെഡ്യൂൾസുമുള്ള ആളുകൾക്ക് ടൈം ബേസ്ഡ് ക്യൂസ് ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം അവരുടെ ജീവിതത്തിൽ അധികം ഫ്ലെക്സിബിലിറ്റി അവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതായത് 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ തോന്നിയ സമയത്ത് അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം അയാൾ ജോബിൽ കമ്മിറ്റഡ് ആണ്. 9 to 5 അയാൾക്ക് ജോബ് ചെയ്യുക എന്നുള്ളത് അയാളുടെ പ്രൈമറി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്ട്രിക്റ്റ് സ്കെഡ്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ടൈം ബേസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ടൈം ബേസ്ഡ് ക്യൂസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നില്ല എന്നതാണ്. കാരണം സമയം കൃത്യമായി നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വളരെ റിജിഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒട്ടും തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല എന്ന ഒരു നെഗറ്റീവ് സൈഡും ടൈം ബേസ്ഡ് സ്കെഡ്യൂൾസിനുണ്ട്. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ വളരെയധികം ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ അവിടെ വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതുപോലെ മറവി ഉണ്ടാവും. നമ്മൾ ഒട്ടും തന്നെ സ്ട്രിക്റ്റ് ആയിരിക്കില്ല, നമ്മൾ ഒട്ടും തന്നെ ഒരു സ്കെഡ്യൂൾ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നതാണ്. ഒരു പക്ഷേ ചില ആളുകൾക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കാം, പക്ഷേ ചില ആളുകൾക്ക് അത് വളരെയധികം ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യവുമായിരിക്കാം. ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നതല്ല, പക്ഷെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ. ഇനി നമുക്ക് 4ാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് യുവർ റിവാർഡ് പ്ലാൻ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ പ്രോസസ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ റിസ്ക് റിവാർഡ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ശമ്പളം പ്രതീക്ഷിക്കുന്നു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മാർക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഒന്നും വേണ്ട, നമ്മൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഡോപ്പമിൻ റഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളൊരു റിവാർഡ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മളത് കൂടുതൽ ചെയ്തു തീർക്കാനുള്ള സാധ്യത വളരെ അധികമായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഉള്ളിലെ ഡോപ്പമിൻ എന്ന് പറയുന്നൊരു റിവാർഡ് ഹോർമോണിൻ്റെ വർക്കിംഗ് ആണ്. ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ആ ഡോപ്പമിൻ റിലീസ് കാരണം നമുക്കുണ്ടാവാവുന്ന ഒരു എക്സ്റ്റസി, അതാണ് പലപ്പോഴും നമ്മളെ ചില കാര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ചും ബാഡ് ഹാബിറ്റ്സ് കൂടുതലായി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതേ സ്ട്രാറ്റജി തന്നെ നമുക്ക് മിനി ഹാബിറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയുമായിട്ട് റിലേറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക എന്നാണ് ഓത്തർ പറയുന്നത്. ഇതിനെ റിവാർഡ് സ്ട്രാറ്റജി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു വർക്കൗട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇതിലൂടെ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ ഒരു ഡോപ്പമിൻ റിലീസ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റൈറ്റിംഗ് ഡൗൺ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ, പോസിറ്റീവായാലും നെഗറ്റീവായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ എഴുതുന്നതിലൂടെ അത് സാധ്യമാവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിന് കൂടുതൽ പ്രോമിനൻസ് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കിട്ടണം എന്നില്ല. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒരു നോട്ട് എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷേ അതിന് പലപ്പോഴും ഈ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ എഫക്റ്റിന് കിട്ടാൻ വേണ്ടി നമുക്കൊരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതി വയ്ക്കാവുന്നതാണ്. ഓത്തർ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ബിഗ് കലണ്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയൊരു ലാർജ് ആയിട്ടുള്ളൊരു ഡെസ്ക് കലണ്ടർ അദ്ദേഹത്തിൻ്റെ റൂമിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന് സാധ്യമാവേണ്ട ശീലങ്ങളും അതേപറ്റിയുള്ള ചെക്ക് ഓഫും അദ്ദേഹം എല്ലാ ദിവസവും അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഇങ്ങനെ അദ്ദേഹം തൻ്റെ എല്ലാ ശീലങ്ങളെയും ഒരു കലണ്ടർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു സെൽഫ് അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കുന്ന ഒരാളല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഫോണിൻ്റെ സഹായത്തോടെ ആപ്പുകളിൽ ഇത്തരം കാലണ്ടറുകൾ സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിനായി സഹായിക്കുന്ന കൂടുതൽ പ്രൊഡക്റ്റീവായി ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാടധികം ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അവയിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾ ബിൽഡിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ ഒരുപാടധികം മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്പുകളായിരിക്കും ഇവയെല്ലാം തന്നെ. ഇവയുടെ നോട്ടിഫിക്കേഷൻസ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് മെസ്സേജസും ഇതുവഴി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളെ കൂടുതൽ ആ ശീലങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും അതുപോലെ നമ്മളെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഇത്തരം ആപ്പുകളിലൂടെ സാധ്യമാവുന്നുണ്ട്. ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തിങ്കിങ് സ്മോൾ എന്നാണ്. നമ്മൾ ഇത്രയും നേരം ഗോൾസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ നമ്മൾ തിങ്കിങ് സ്മോൾ എന്ന് പറയുന്നതെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. നമുക്കത് വ്യക്തമായി തന്നെ നോക്കാം. നമ്മൾ മിനി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ലോങ് ടേമിൽ നമുക്ക് ഗുണമുണ്ടാവുന്നൊരു കാര്യമായിരിക്കണം എന്നാണ്. നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി പൂർണ്ണമായും ഡിസ്കസ് ചെയ്തതുമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും വലുതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ ആ ജേർണി വളരെയധികം ലെങ്തി ആയതുകൊണ്ടാണ്. നമ്മുടെ ചിന്ത എപ്പോഴും ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ്, അല്ലാതെ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതാണ്. എന്നാൽ മിനി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെറുതായ കാര്യങ്ങളിൽ ചിന്ത കൂടുതൽ കൊടുക്കുക എന്നതാണ്. അതായത് നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്ന മിനി ഹാബിറ്റ്സ് അത് നിങ്ങൾ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാബിറ്റ് ക്യൂ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ഹാബിറ്റ് പ്ലാൻ പ്രകാരം നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാനും തയ്യാറാണ്. എന്നാൽ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള ചിന്തകളെപ്പറ്റി മാത്രം നിങ്ങൾ കൂടുതൽ കൺസേൺഡ് ആയാൽ മതി. അല്ലാതെ ഇതൊരു ലോങ് റണ്ണിൽ എത്രമാത്രം സക്സസ്ഫുൾ ആവും എന്നതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്നും നാളെയും ആ പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് സാധിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഒരു പുസ്തകം വായിച്ച് തീർക്കണമെന്നാണ് നിങ്ങളുടെ മിനി ഹാബിറ്റെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ദിവസം 5-10 പേജ് വായിച്ചാൽ മാത്രം മതിയാകും. അല്ലാതെ ആ പുസ്തകം എത്ര ദിവസം കൊണ്ട് വായിച്ച് തീരും എന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പേജസ് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് 1 പേജോ 2 പേജോ ആയിക്കൊള്ളട്ടെ, ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം തീർച്ചയായും വായിച്ച് തീർക്കാൻ സാധിക്കും. അത് എത്ര സമയമെടുക്കുന്നു എന്നത് നിങ്ങൾ ഇപ്പോൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊരു ശീലം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരല്പം അധികം സമയമെടുത്താലും നിങ്ങൾക്ക് അവിടെ ഒന്നും നഷ്ടമാവുന്നില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏഴാമത്തെ ഘട്ടത്തിൽ നമ്മളുടെ സ്കെഡ്യൂൾ കൃത്യമായി പാലിക്കുക, അതുപോലെ ഉയർന്ന എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യാതെ ഇരിക്കുക എന്നതാണ്. പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ആ ഉയർന്ന പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മിനി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ അധികം കീപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്കെഡ്യൂൾ വളരെ കൃത്യമായി തന്നെ പാലിക്കുക. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു സ്കെഡ്യൂൾ ചൂസ് ചെയ്യുന്നതാണ് ആദ്യമേ വേണ്ടത്. ഇനി നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സ്കെഡ്യൂൾ അതിന് കണക്കായിട്ട് റീസെറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ജിമ്മിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ ഒരു 100 പുഷപ്പ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ നമ്മൾ ആദ്യ ദിവസം ഒരു 5-10 പുഷപ്പ് ചെയ്യുകയും അത് പരമാവധി ഒരു സ്കെഡ്യൂൾ ഫോളോ ചെയ്ത് കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഒരു പക്ഷേ 100 പുഷപ്പ് വരെ നമുക്ക് ചെയ്യാൻ സാധ്യമാവും. അത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ സമയം എടുക്കുമെങ്കിൽ കൂടിയും അത് നമ്മളെക്കൊണ്ട് പോസിബിളാണ്. കാരണം നമ്മൾ ആ സ്കെഡ്യൂൾ വളരെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അതേസമയം നിങ്ങൾ ഒരു ദിവസം 20 അല്ലെങ്കിൽ 30 പുഷപ്പ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് സ്വയം വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നൊരു കാര്യമായിരിക്കാം. എന്നാൽ നിങ്ങൾ ഒരു ദിവസം 40 അല്ലെങ്കിൽ 50 പുഷപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങളുടെ ഗോളിനേക്കാളും 20 പുഷപ്പുകൾ നിങ്ങൾ അധികം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് അച്ചീവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ ഇത് കാരണം പറ്റുന്നു. അങ്ങനെ ചെറിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വലിയ റിസൾട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെറിയ റിസൾട്ട്സിൽ തൃപ്തിപ്പെടുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു റിസൾട്ട് വളരെയധികം പവർഫുള്ളായിരിക്കും എന്നും നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. എട്ടാമത്തെ ഘട്ടത്തിൽ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്നതിനെ പറ്റിയാണ് എഴുത്തുകാരൻ പറയുന്നത്. നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നടക്കണമെന്നൊരു നിർബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം കൂടുതലും തോക്കിൽ കയറി വെടിവെക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ ആയിരിക്കാം. എന്നാൽ എഴുത്തുകാരൻ പറയുന്നത് സയൻസ് ഓഫ് ഹാബിറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതായത് ഒരു ശീലം ഡെവലപ്പ് ചെയ്ത് വരാൻ നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരുന്നേ മതിയാകും. ഒരു കംപ്ലീറ്റ് ഹാബിറ്റായി അത് ഫോം ആയി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അടയാളങ്ങൾ എഴുത്തുകാരൻ പറയുന്നുണ്ട്. ആദ്യത്തേത്
പ്രതിരോധമില്ലായ്മയാണ്. നമുക്ക് ആ ശീലം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ആ ശീലം ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതാണ് പ്രതിരോധമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഐഡൻറ്റിറ്റിയാണ്. നമ്മളിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന്, ഞാനൊരു ജിം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു വായനക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. മൂന്നാമത്തേത് മൈൻഡ്ലെസ് ആക്ഷനാണ്. അതായത് നമ്മൾ വളരെ പാസീവായിട്ട് നമ്മളൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുകയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് ചെയ്യുന്നു. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റുടൻ ബ്രഷ് ചെയ്യുന്നത് വളരെ പാസീവായിട്ടുള്ള മൈൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അത് നമ്മൾ കാലങ്ങളായി ശീലിച്ചു പോരുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു വലിയൊരു എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. രാവിലെ ബ്രഷ് ചെയ്യാൻ ആരും പൊതുവിൽ മറക്കാറുമില്ല. കാരണം അതൊരു ശീലമായി ഓൾറെഡി ഭാഗമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ അതിനെ പ്രത്യേകം ഒരു ശീലമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അത് പാർട്ട് ഓഫ് ലൈഫായി ഓൾറെഡി മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് നിങ്ങൾ ആ കാര്യത്തെ ആലോചിച്ച് വറി ചെയ്യേണ്ടതില്ല എന്നതാണ്. ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്നും നഷ്ടമാവുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നോ ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങളത് ചെയ്തു പോവുകയാണ്. അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട, നിങ്ങളുടെ സമയം കളയുന്ന ഒരു ശീലം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ അടയാളം എന്ന് പറയുന്നത് നോർമലൈസേഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ശീലം വളരെയധികം ചെയ്ത് അതൊരു നോർമലൈസ്ഡായി മാറുകയാണ്. ഉദാഹരണത്തിന്, ബ്രഷ് ചെയ്യുന്നത് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്തില്ല എങ്കിലാണ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഒരു ശീലം നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പായി കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അവസാനത്തെ പോയിൻ്റായിട്ട് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ബോറിംഗ് എന്നാണ്. കാരണം ശീലങ്ങൾ പലപ്പോഴും എക്സൈറ്റിംഗ് ആയിരിക്കണമെന്നില്ല. അതൊരു ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബോറടിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അതായത് ആ ശീലം നമ്മുടെ ഉള്ളിൽ ഡെവലപ്ഡായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ബോറടിക്കുന്നത് എന്ന് തോന്നുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മറ്റെന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആ ബോറടി ഉണ്ടാവുന്നുണ്ട് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അത് സ്വാഭാവികമായൊരു ബോറടിയാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള സൈനല്ല, മറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനായിട്ട് കാണാനാണ് എഴുത്തുകാരൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് മിനി ഹാബിറ്റ് സിസ്റ്റത്തിലൂടെ ഒരു ശീലം തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലധികം ശീലങ്ങൾ നമ്മൾക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു ജീവിത രീതിയായി കൊണ്ടുപോകാനാണ് എഴുത്തുകാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള 8 സ്റ്റെപ്പുകളാണ്, 8 ഘട്ടങ്ങളാണ് എഴുത്തുകാരൻ ഈ അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി വിശദീകരിച്ച് തരുന്നത്. ഇതിലെ ഓരോ ഘട്ടവും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് മിനി ഹാബിറ്റ്സിൻ്റെ ആ സിസ്റ്റം ഫോളോ ചെയ്യാനും വളരെ പടിപടിയായി തന്നെ ക്ഷമാപൂർവ്വം ഈ ശീലങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നുവെന്നാണ്. ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. വളരെയധികം കൺസിസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻ്റായിട്ട് തന്നെ നമ്മൾ ഈ ശീലങ്ങളെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ എഴുത്തുകാരൻ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിത് വളരെ കൃത്യമായി ഫോളോ ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതിയാകും. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ശീലങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരല്പം സമയമെടുക്കും. അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം എന്ന് മാത്രം. മിനി ഹാബിറ്റ്സിൻ്റെ അവസാന അധ്യായമായ 8 മിനി ഹാബിറ്റ്സ് നിയമങ്ങൾ എന്ന അധ്യായത്തിൽ നമ്മൾ പാലിക്കേണ്ട 8 നിയമങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്നല്ല, മറിച്ച് ഈ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സഹായകരവും പോസിറ്റീവുമായി നമ്മുടെ ശീലങ്ങളെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. മിനി ഹാബിറ്റ്സിൻ്റെ പ്രോഗ്രസ്സിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ നിയമം, നമ്മൾ ഒരിക്കലും ചീറ്റ് ചെയ്യരുത് എന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു പുഷപ്പ് ഒരു ദിവസം ചെയ്യണമെന്ന ശീലം ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പുഷപ്പിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവുന്നു. ഇത് ശരിക്കും നമ്മളെ തന്നെ ചതിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നു. നമ്മൾ ഉദ്ദേശിച്ച ശീലം പോലും നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ മിനി ഹാബിറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിനർത്ഥം ഒന്നിൽ കൂടുതൽ പുഷപ്പുകൾ ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ നമ്മുടെ ലക്ഷ്യം അതായിരിക്കരുത് എന്നതാണ്. അധികമായി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പ്രോസസ്സിൻ്റെ കൂടെയുള്ള ഒരു ബോണസായി മാത്രം കരുതുക. അല്ലാതെ നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യുന്നത്
നമ്മളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയേ ചെയ്യൂ. നിങ്ങളുടെ ലക്ഷ്യം ചെറുതാണ് എന്ന് കരുതി നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ സക്സസ് കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അത് തുടങ്ങുമ്പോൾ വളരെ സ്മോൾ ആയിട്ടുള്ള വേർഷനിൽ തുടങ്ങുന്നു എന്ന് മാത്രം. അത് പിന്നീട് നമ്മൾ പോലും അറിയാതെ വലുതായിട്ടുള്ള ടാർഗറ്റുകളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ യാതൊരു മോട്ടിവേഷനും കൂടാതെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ്സിൽ ഹാപ്പി ആയിരിക്കുക എന്നതാണ്. ബ്രൂസ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കുക, പക്ഷെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവരുത് എന്ന്. അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക, പക്ഷേ നമ്മൾ അത് അവിടെ അവസാനിപ്പിക്കരുത്. അടുത്ത പ്രാവശ്യം അതിനേക്കാൾ മികച്ച രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ശരാശരി 80 വയസ്സ് പ്രായമുള്ള 2 വ്യക്തികൾ അവർ അവരുടെ ജീവിതകാലം മുഴുവനും എടുത്ത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബ്രൂസ്ലി വെറും 32 വർഷം കൊണ്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് തീർച്ചയായും അനുസരിക്കാവുന്നതാണ്. മിനി ഹാബിറ്റ്സ് എന്ന കോൺസെപ്റ്റിനെ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതൊരു ബ്രെയിൻ ട്രിക്കാണ്. നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അതിനെ ട്രിക്കിലൂടെ ചെയ്യിക്കുന്നു എന്നതാണ് സത്യം. നമ്മൾ തുടങ്ങുന്നത് എത്ര ചെറിയ സ്റ്റെപ്പായിക്കൊള്ളട്ടെ, അത് തീർച്ചയായും വലിയൊരു സക്സസ്സിനേക്കുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് നമുക്ക് തരാൻ പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ സ്റ്റെപ്പും നമ്മുടെ ഒരു വിക്ടറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ലൈഫിനെ വളരെ മീനിങ് ഫുള്ളാക്കുന്ന ഒരു ഫിലോസഫിയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തെന്നാൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങളായിട്ട് പിന്നീട് മാറുന്നത്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിനി ഹാബിറ്റ്സിൻ്റെ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യണം എന്നാണ്. അത് ഇടയ്ക്കിടെ, പ്രത്യേകിച്ചും ഒരു മിനി ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവാർഡ് ചെയ്യണം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തെ പറ്റിയും റിവാർഡ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാൻ മറക്കരുത് എന്നാണ്. പ്രത്യേകിച്ചും നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം വേണ്ടത് അത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ന്യൂറൽ പാത്വേസിൻ്റെ ഫോർമേഷനെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മിനി ഹാബിറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു റിവാർഡ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രോസസ്സിനെ, അതായത് ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വളരെ എളുപ്പത്തിലാക്കുകയും അത് കൂടുതൽ എഫക്റ്റീവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ അത് വളരെയധികം ആളുകൾ ചെയ്യാൻ മറക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് റിവാർഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത്. റിവാർഡ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമല്ല, മറിച്ച് നമുക്ക് ഫീൽ ഗുഡായിട്ട് തോന്നുന്ന എന്തൊരു കാര്യവും നമുക്കൊരു റിവാർഡ് തന്നെയാണ്. നമ്മളെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ കേൾക്കുന്നൊരു പാട്ട് പോലും, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്ന ഒരു ഭക്ഷണമായിക്കോട്ടെ, ഇതെല്ലാം റിവാർഡ്സ് തന്നെയാണ്. ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോ വ്യക്തിക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർക്കിഷ്ടമുള്ള റിവാർഡുകൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് റിവാർഡാണോ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കി ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചില ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടം. ചില ആളുകൾക്ക് മനുഷ്യരെക്കാൾ അവർ സ്നേഹിക്കുന്ന അവരുടെ പെറ്റുകളെ ആയിരിക്കും അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ഓരോ വ്യക്തിക്കും അവരുടേതായ ടേസ്റ്റുകളുണ്ട്. അത് സ്വയം മനസ്സിലാക്കി സ്വന്തം റിവാർഡുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എഴുത്തുകാരൻ പറയുന്നത്. മിനി ഹാബിറ്റ്സിൻ്റെ നാലാമത്തെ നിയമം എന്ന് പറയുന്നത് ലെവൽ ഹെഡഡായി ഇരിക്കുക എന്നതാണ്. അതായത് വളരെ കാമായിട്ട് സമചിത്തതയോടെ ഇരിക്കുക എന്ന് പറയാം. പലപ്പോഴും പുതുതായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഓവറായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു പമ്പിങ് അപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് കുറേ കാലം കഴിയുമ്പോൾ ബോറിങ്ങിലോട്ട് മാറുകയും ചെയ്യും. എന്നാൽ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കാമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്ത് നമ്മൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണ്. ലൂസേഴ്സ് ആദ്യത്തെ തുടക്കത്തിൽ വളരെയധികം ആവേശഭരിതരായിരിക്കും. എന്നാൽ അവർ പിന്നീട് ആ ആവേശം അവർക്ക് നഷ്ടമാവുകയും അവർ പതിയെ ബോറിംഗായി മൊണോട്ടോണസായി മാറിപ്പോവുകയും ചെയ്യുന്നു. ഇത് അവരുടെ മോട്ടിവേഷനിലുള്ള കുറവാണ്. അവർക്കത് ലെവറേജ് ചെയ്യാനോ കൺസേർവ് ചെയ്യാനോ സാധിക്കുന്നില്ല. എന്നാൽ അതേസമയം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ തുടക്കത്തിൽ വളരെ കാമായിട്ട് വളരെ സമചിത്തതയോടെ തന്നെ ആരംഭിക്കുകയും അത് ഉടനീളം കൊണ്ടുപോവുകയും അവരുടെ അവസാനം വരെ അവർക്കത് ലെവറേജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് അവരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. എപ്പോഴും ഭൂമി കുലുക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അധികം കെട്ടിടങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം.
അതുപോലെയാണ് ഒരുപാടധികം എക്സൈറ്റഡ് ആവുന്ന മനസ്സുകൾക്കും ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. എക്സൈറ്റ്മെൻ്റ് ഒരു മോശം കാര്യമാണ് എന്നല്ല, എന്നാൽ ഈ എക്സൈറ്റ്മെൻറ്റ് നമ്മളെ കീഴടക്കുമ്പോൾ നമ്മൾ മതിമറന്നു പോകുന്ന ഒരു അവസ്ഥ വരും. ഈ എക്സ്റ്റസി ഒരുപക്ഷെ നമ്മളെ നമ്മുടെ പരാജയത്തിലേക്കാണ് എത്തിക്കുക. നമുക്കൊരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ ഈ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള മനസ്സ് നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിൻ്റെ ഉടനീളം നമ്മൾ ലെവൽ ഹെഡഡായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്ക് ഓഫ് ചെയ്ത് വീണ്ടും ചെറുതിൽ നിന്ന് തുടങ്ങണം എന്നാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിലും ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മളൊരു യൂ ടേൺ എടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അത് എപ്പോഴാണ് വേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു യൂ ടേൺ എടുത്ത് മറ്റൊരു കട്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും നമ്മുടെ യാത്രയെ കൂടുതൽ ലെവറേജ് ചെയ്യുക. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് വളരെയധികം റെസിസ്റ്റൻസ് അനുഭവിക്കുന്നതിൽ നമ്മളെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ കൂടുതൽ എക്സോസ്റ്റഡ് ആക്കുകയുള്ളൂ. ഇത് തന്നെയാണ് മിനി ഹാബിറ്റ്സിൻ്റെ കാര്യത്തിലും എഴുത്തുകാരൻ പറയുന്നത്. നമ്മളൊരു ഗോൾ മുന്നോട്ട് പോവുകയാണ്, നമുക്ക് പ്രോഗ്രസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം എത്തുമ്പോൾ നമ്മളൊരു സാച്ചുറേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻറ്റൻസ് റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം നമ്മളെ ബാധിക്കുകയാണ്, കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ ബാക്ക് ഓഫ് ചെയ്യുകയും വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയും ചെയ്യുന്നു. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്യുക. അല്ലാതെ ആ റെസിസ്റ്റൻസിനെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ തന്നെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുകയുള്ളൂ. ഉദാഹരണത്തിന്, നമുക്ക് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. എന്നാൽ അതിനുള്ള സമയമോ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി അതിന് റെഡി അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പുഷപ്പ് ചെയ്യുന്നതിന് നമുക്കധികം എഫേർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ഓഫ് ചെയ്ത് ആ ചെറിയ ശീലത്തിൽ നിന്നും വീണ്ടും തുടങ്ങുക എന്നതാണ്. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ മെൻ്റലി റെഡി ആവുന്നത് നമുക്ക് ആ സമയം ആ പുഷപ്പ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളുടെ അവസ്ഥ നമ്മൾ പോലും മനസ്സിലാക്കാതെ മസിൽ പിടിച്ച് വർക്കൗട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ കൂടുതൽ ടയേർഡ് ആക്കുകയേ ഉള്ളൂ. മിനി ഹാബിറ്റ്സിൻ്റെ 6ാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഇത് എത്രമാത്രം എളുപ്പമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക എന്നതാണ്. നമ്മുടെ മിനി ഹാബിറ്റ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എത്രമാത്രം ഈസിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നാണ്. ഇതിൻ്റെ പ്രധാന കാരണം മോട്ടിവേഷനാണ്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മോട്ടിവേറ്റഡ് ആയി ഇരിക്കണമെന്നൊരു വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സൊസൈറ്റി റണ്ണാവുന്നത് തന്നെ മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തുണി അലക്കണമെങ്കിൽ പോലും നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ബ്രെയിനിനെ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അത് നമ്മളുടെ മാത്രം മിസ്റ്റേക്ക് അല്ല. ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റൽ നോംസും അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ്. ലാക്ക് ഓഫ് മോട്ടിവേഷനാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് തലമുറകളായി നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് തെറ്റാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മോട്ടിവേഷൻ ഉണ്ടായിട്ടല്ല. അതുപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പാട്ട് കേൾക്കുന്നതിലായിക്കോട്ടെ, നമുക്കതിന് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഒരു സിംഗിൾ പുഷപ്പ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. ഇത് എല്ലാ ദിവസവും ചെയ്ത് ശീലമാക്കുന്നതിലൂടെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് മാത്രം. ഈസി എന്ന് പറയുന്നതും ഹാർഡ് എന്ന് പറയുന്നതുമൊക്കെ വളരെ റിലേറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമാണ്. ഒരാൾക്ക് രാവിലെ എഴുന്നേറ്റ് 10 കിലോമീറ്റർ ഓടാൻ സാധിക്കുമായിരിക്കും. എന്നാൽ അതേ വ്യക്തിക്ക് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പ്രസംഗം നൽകാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാനോ സാധിക്കണമെന്നില്ല. അത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എഴുത്തുകാരൻ്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും മടിയുള്ള അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് എന്ന് കരുതിയൊരു കാര്യമായിരുന്നു. എന്നാൽ ഒരു ദിവസം വെറും 50 വാക്കുകൾ എഴുതാം എന്ന ഒരു മിനി ഹാബിറ്റിലൂടെയാണ് അദ്ദേഹം എഴുത്ത് തുടങ്ങുന്നത് തന്നെ. എന്നാൽ വളരെ വിജയകരമായി ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരാശരി 1000 വാക്കുകൾ ഒരു ദിവസം എഴുതാൻ സാധിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 2ാമത്തെ ആഴ്ചയായപ്പോഴേക്കും അത് 1500ആയി. 3ാമത്തെ ആഴ്ചയിൽ അദ്ദേഹം ഒരു ദിവസം 2000 വാക്കുകളോളം എഴുതിയിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകം ഒരു എഫേർട്ടും ഇട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇറ്റ് ബിക്കെയിം ഈസി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈസിയായി മാറി, അല്ലെങ്കിൽ എനിക്കത് എളുപ്പത്തിൽ ചെയ്യാൻ തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിലല്ല കാര്യം, എന്നാൽ അത് എല്ലാ ദിവസവും ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഡിവോഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരൊറ്റ കാര്യത്തിലാണ്, അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയിലൂടെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പുസ്തകം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്, നമുക്ക് ഇന്ന് ഈ പുസ്തകം വായിക്കാൻ സാധിച്ചതും. 7ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പും ചെറുതല്ല, ഒരു സ്റ്റെപ്പും നമ്മൾ കുറച്ച് കാണരുത് എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പ്രോസസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സെൽ എന്ന് പറയുന്ന, കോശം എന്ന് പറയുന്ന വളരെ ചെറിയൊരു കണികയിൽ നിന്നാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ യൂണിവേഴ്സ് അഥവാ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഓരോ ചെറിയ ആറ്റങ്ങളിൽ നിന്നുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ അതിശയം. ഇതുപോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പുകൾക്കും നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്. കാരണം ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് സാധിക്കില്ല. നമ്മൾ എത്ര വലിയ ബിഗ് പ്രോജക്റ്റ് എടുത്തോ, ബിഗ് കമ്പനീസ് എടുത്തോ, അവരെല്ലാം തന്നെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ചെറുത് എന്ന് കരുതി ഒന്നിനെയും അവഗണിക്കാൻ പാടില്ല. കാരണം ഓരോ സ്റ്റെപ്പും നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു, ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. മിനി ഹാബിറ്റ്സിൻ്റെ 8ാമത്തേതും അവസാനത്തേതുമായ റൂൾ എന്ന് പറയുന്നത് കുറച്ച് അധികം എക്സ്ട്രാ എനർജിയും ആംബിഷനും ഇട്ടുകൊണ്ട് ബോണസ് സ്റ്റെപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു റിക്വയർമെൻ്റ് ഒന്നുമല്ല, സാധിക്കുമെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു ബിഗ് പ്രോഗ്രസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എനർജി ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോണസ് സ്റ്റെപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചിലർക്കെങ്കിലും ഇത് മിനി ഹാബിറ്റ് സിസ്റ്റത്തിനെ തകർക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു നിർബന്ധമായിട്ട് എടുക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ ആ പ്രോഗ്രസ്സിനെ ഇംപ്രസീവ് റിസൾട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി ഒരു പക്ഷേ ഇത്തരം ബോണസ് സ്റ്റെപ്പുകൾ നമ്മളെ ഒരുപാടധികം സഹായിക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവറേജിങ് എലമെൻ്റാണ് ഈ പറയുന്ന ബോണസ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ റിസൾട്ട്സിനായി നമുക്കിത് കൺസിഡർ ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ മിനി ഹാബിറ്റ്സിൻ്റെ 8 നിയമങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മിനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വെറും ഒരു സിസ്റ്റം മാത്രമല്ല, അതൊരു സെൽഫ് കൺട്രോൾ ഗൈഡാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ആവുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷൻ എത്രമാത്രം അപകടകാരിയാണ്, നമ്മുടെ വിൽ പവറിനെ എത്രമാത്രം ലാസ്റ്റ് ചെയ്യിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ആക്ഷനുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കുകൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നമ്മൾ വായിച്ചിട്ടുള്ള സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ ഒരുപക്ഷെ നമ്മളെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കണമെന്നില്ല. ആ തിയറി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളതും നമുക്ക് ഇന്ന് ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും നമ്മളിപ്പോൾ ശീലിച്ചിട്ടുള്ള ദുശീലങ്ങളെ ഇല്ലാതാക്കാനും ഈ പുസ്തകത്തിലെ സ്ട്രാറ്റജീസ് നമ്മളെ ഒരുപാടധികം സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ച് അവസാനിക്കുമ്പോഴേക്കും അത് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാണ് കുറിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷിക്കാം.